കർത്താവിന് സ്തോത്രം. നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ വിഷയമാണ് ദൈവവചനത്തിൽ കൂടെ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇതിൻ്റെ ഓരോ പോർഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വരിക. ഇവിടെ എല്ലാം നമ്മൾ പഠിച്ചു, ഈ ഭാഗങ്ങൾ പഠിച്ചു, ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഇന്ന് പഠിച്ചത്, ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എവിടെയായിരുന്നു? യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് വരെയുള്ള നമ്മൾ കണ്ടായിരുന്നോ? യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ചു. ലൈക്ക് എ ബേർഡ്. ഞാൻ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഐ ചോസ് യു, ഞാൻ തെരഞ്ഞെടുത്തു. യാക്കോബേ, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു. ചോസൻ, ദൈവം തെരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ കരങ്ങളിലെ നിന്റെ കരങ്ങളിൽ എന്നെ വരച്ചിരിക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം നിന്നെ സൂക്ഷിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പം ചിന്തിച്ചു തുടങ്ങിയത്, ഇല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം BC 720 യെശയ്യാവിന്റെ ഹിസ്റ്ററി. നമ്മൾ അതും കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ. 54-ാം അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തെങ്കിൽ നിനക്ക് വിരോധമായി എഴുന്നേക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യും. ഞാൻ അതിൻ്റെ ചരിത്രങ്ങൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ 2 പുസ്തകങ്ങളായിട്ട് തിരിച്ചു പഠിക്കാം. ബൈബിളിനകത്ത് 66 പുസ്തകങ്ങളുണ്ട്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിന് അത് എത്ര അധ്യായമുണ്ട്? 66 അധ്യായം. ഇതിനെ 1 തൊട്ട് 39 വരെയുള്ള അധ്യായം ഏത് ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചേ? ഓർക്കുന്നുണ്ടോ ഏത് ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചെന്ന്? അല്ല, ആദ്യത്തെ 39 അധ്യായം അസീറിയൻസിനെ കുറിച്ച്, അസീറിയക്കാരെ കുറിച്ചുള്ള. അത് അസീറിയക്കാർ വന്നിട്ട് ഏത് രാജ്യത്തെ തകർത്ത് കളഞ്ഞേ? ഇസ്രയേൽ 2ആയിട്ട് തിരിഞ്ഞു. ശലോമോന്റെ കാലത്തിന് ശേഷം ഇസ്രയേൽ 2ആയിട്ട് തിരിഞ്ഞു. അപ്പം 2ആയിട്ട് തിരിഞ്ഞു. ആ സമയത്ത് 12 ഗോത്രങ്ങൾ 2ആയിട്ട് തിരിഞ്ഞു. 10 ഗോത്രങ്ങൾ ഇസ്രയേൽ എന്നും 2 ഗോത്രങ്ങൾ സമരിയ, ജുഡിയ എന്നും യെരുശലേം എന്നും യഹൂദ എന്നും തിരിഞ്ഞു. അപ്പൊ ഇതിനെ ഒരു കൂട്ടരെ വന്ന് ആര് പിടിച്ചോണ്ട് പോയി? അസീറിയൻസ്. ഈ അസീറിയൻസ് പിടിച്ചോണ്ട് പോയവരെ കുറിച്ച് കേൾക്കണം. ഒരു വലിയ സംഭവം കേട്ടോ, വലിയ സംഭവം. മോനെ, ദൈവം കൊണ്ട് നട്ടവർ ഇവര് ദൈവത്തിന് വേണ്ടി നിന്നില്ല. ദൈവം കൊണ്ട് നട്ടവർ ദൈവത്തിന്റെ ബെനിഫിറ്റ് കിട്ടി, അനുഗ്രഹം കിട്ടി, തേൻ കിട്ടി, പാല് കിട്ടി, പ്രൊട്ടക്ഷൻ കിട്ടി, എല്ലാ കാര്യങ്ങളും ഇവർക്ക് കിട്ടി. പക്ഷേ എന്തു പറ്റുന്നറിയാമോ? പക്ഷെ ഇവരുടെ ലൈഫിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഇവർ നിന്നില്ല. നിൽക്കാത്തത് കൊണ്ട് ഇവരെ എന്തു പറ്റുന്നറിയാമോ? നാളുകൾ ദൈവം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശത്രുവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ശത്രുവിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയും എന്തു പറ്റുന്നറിയാമോ? ഈ കൂട്ടരെ പല സമയത്തും വാൺ ചെയ്തു. നിങ്ങൾക്ക് ഈ വിഷയത്തിനകത്തൂടെ ഒരു വലിയ കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ദൈവവചനം തൊട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഡീപ്പ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ കൂടെ ദൈവം നമ്മളെ പണിയുമ്പോഴും എല്ലാം നമ്മുടെ ചിന്തകൾ മൊത്തം ദൈവവചനത്തിനകത്തൂടെ നമ്മൾ കയറിപ്പോണം. ബൈബിളിൽ പറഞ്ഞേക്കുക ഞാൻ നിങ്ങളെ നിങ്ങളുടെ ദേശത്ത് കൊണ്ടുപോയി നടും, നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കണം. എൻ്റെ വചനം അനുസരിക്കാതിരുന്നാൽ ഞാൻ എന്തു പറ്റുമെന്നറിയാമോ? ആദ്യമേ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ മീതെ നിങ്ങളുടെ കൂടെയുള്ള അപ്പം വന്ന കോലിനെ ഞാൻ ഒടിച്ചു കളയും. വെള്ളത്തെ ഞാനൊന്ന് തൊടും. എന്ന് വെച്ചാൽ ആഹാരവും വെള്ളത്തെയും ദൈവം ഒന്ന് തൊടും. ലേവ്യ പുസ്തകത്തിലെ പ്രമാണമാണ്. ലേവ്യ പുസ്തകത്തിലെ അത് കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ, നിങ്ങൾ മനസ്സിലാക്കണേ, ഈ അപ്പത്തെയും വെള്ളത്തെയും ദൈവം തൊടുന്നത് അത് വേറൊരു ആംഗിളില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകല്ലെന്ന് പറഞ്ഞുകൊണ്ട് ശത്രു ചെയ്യുന്ന പരിപാടികളും ഉണ്ട്. ശത്രു നമ്മുടെ നന്മയെ മുടക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ശത്രു നമ്മുടെ അനുഗ്രഹത്തെ മുടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലേതാ പ്രശ്നം നമ്മളുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുകയും കൂടെ വേണം. ഞാൻ മുമ്പിലോട്ട് വരുമ്പോൾ അത് പഠിപ്പിക്കാം. രണ്ടാമത്തെ പ്രശ്നമാണ്, നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് കാട്ടുമൃഗങ്ങളെ അയക്കും. കാട്ടുമൃഗങ്ങളെ അയക്കും. കാട്ടുമൃഗങ്ങൾ വന്ന് നിങ്ങളുടെ കൃഷിയെ കളയും. നിങ്ങൾ അന്നേരം ഓർത്തോണം, അന്നേരം ഓർത്തോണം. ഇനി കാട്ടുമൃഗങ്ങളെ അയച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ എന്തുട്ടെന്നറിയാം? ക്ഷാമം അയക്കും. ക്ഷാമം അയച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ ഇതിനിടയ്ക്ക് പ്രവാചകന്മാരെ അയക്കും. എന്റെ പ്രവാചകന്മാരെ ഞാൻ അയക്കും. എന്നിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലയോ, ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് വാൾ അയക്കും. നിങ്ങൾ അവസാനം പ്രവാസത്തിൽ പോകേണ്ടി വരും. ഇനി നിങ്ങൾ പ്രവാസത്തിൽ പോയി കിടന്ന് അവിടെ കിടന്ന് പരിച്ഛേദനയില്ലാത്ത നിങ്ങളുടെ ഹൃദയം പരിച്ഛേദന ഏറ്റാൽ ഞാൻ നിങ്ങളെ ആ പോയ സ്ഥലത്തുനിന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ശേഷിപ്പിനെ ഞാൻ മടക്കി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വീണ്ടും അവരെ പണിയും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവരെനിക്കൊരു ജനമായിരിക്കും. പല വ്യക്തികളും എന്തു പറ്റുമെന്നറിയാമോ? നന്മ കിട്ടും, അനുഗ്രഹം കിട്ടും. പക്ഷെ ഇവർക്ക് നന്മയും അനുഗ്രഹത്തോടും കൂടെ ദൈവത്തെ സേവിക്കാൻ അറിയത്തില്ല. നന്മയും അനുഗ്രഹവും കിട്ടും. ചിലർക്ക് ദൈവത്തെ പ്രശ്നം വരുമ്പോൾ മാത്രമേ ഇവർ ദൈവത്തെ സേവിക്കത്തുള്ളൂ. മറ്റു ചിലര് സന്തോഷം വരുമ്പോൾ മാത്രമേ ദൈവസന്നിധിയിൽ വരത്തുള്ളൂ. പക്ഷെ അങ്ങനല്ല വേണ്ടിയത്. നമ്മുടെ ഹൃദയം പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും, നമുക്ക് നന്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആ സൗഖ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എല്ലാ സമയത്തും നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം? നിങ്ങളും കൂടെ പറഞ്ഞു. നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം? ദൈവസന്നിധിയിൽ നീതിയുള്ളതും ദൈവസന്നിധിയിലുള്ളതായിരിക്കണം. അപ്പൊ ഇസ്രയേലിനെ കൊണ്ട് നട്ടതാ ദൈവം. ഇപ്പം കണ്ടോ, അസീറിയക്കാർ വന്ന് 10 ഗോത്രങ്ങളെ കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞ ആ 10 ഗോത്രങ്ങളെ കുറിച്ചുള്ള ശേഷിപ്പ് പിന്നീട് കിട്ടിയിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി. ആ 10 ഗോത്രങ്ങൾ കിട്ടിയിട്ടില്ല. ആ ഗോത്രങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലതൊക്കെയാണ് മണിപ്പൂരിൽ വന്നതെന്നാണ് പറയപ്പെടുന്നത്. ആഫ്രിക്കയിൽ പോയി ഒത്തിരി എണ്ണം ചിതറിപ്പോയി, മൊത്തം ഭൂമിയിലേക്ക് ചിതറിപ്പോയി. ആ 10 ഗോത്രങ്ങളെ കണ്ടുപിടിക്കാൻ ഇന്നും കഷ്ടപ്പെടുക ഇസ്രായേൽ. കാരണം ആ 10 ഗോത്രങ്ങളെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അതിന്റെ ചരിത്രം അറിയാമല്ലോ. എന്ന് ചിതറിപ്പോയതാ? യെശയ്യാവ് പ്രവചിച്ചതാ. അസീറിയക്കാർ വരും. അസീറിയൻസിന്റെ സമയത്താ യെശയ്യാവ് പ്രവചിക്കുന്നത്. അന്ന് ചിതറിപ്പോയാൽ നമ്മൾ ചിന്തിക്കുന്ന വേർഡ് എന്തുവാ? അയ്യോ, ദൈവത്തിന്റെ കാവലുണ്ട് കേട്ടോ, ഭയങ്കര കാവല. റോയ് പാസ്റ്റർക്ക് ചുറ്റും ഭയങ്കര കാവല. മോനെ ശരിയാ, ഈ കാവല് മാറിയോ നമ്മളെ കിട്ടത്തില്ല. ശത്രു നമ്മളെ തകർത്ത് കളയും. നിങ്ങൾ എന്നോ ആലോചിച്ചോണം, എവറി ടൈം ആലോചിച്ചോണം. നമ്മുടെ ലൈഫിൽ ഇത് വലിയൊരു പാഠമായിരിക്കണം. ഇനി അടുത്തത്, ഒരു കൂട്ടരെ ആര് കൊണ്ടുപോയി? ഒരു കൂട്ടരെ എന്ത് പറ്റുന്നറിയാമോ? ഒരു കൂട്ടരെ അസീറിയൻസ് കൊണ്ടുപോയി. ബാക്കിയുള്ള രണ്ട് കൂട്ടരെ ബാബിലോൺകാർ വന്ന് ആക്രമിച്ചു. ബാബിലോൺകാർ വന്ന് ആക്രമിക്കുന്ന സമയത്ത് ആ 2 കൂട്ടരെ, യഹൂദയിലുള്ള 2 കൂട്ടരെ ബാബിലോണിലേക്ക് പിടിച്ചോണ്ടുപോയി. അവര് മടങ്ങി വന്നു. യഹൂദയെ ദൈവം മടക്കി കൊണ്ടുവന്നു. പക്ഷെ അത് കവർ ചെയ്തേക്കണേ. അത് കവർ ചെയ്യും. അവരോട് ചോദിച്ചാൽ മതി. അവരുടെ യഹൂദയെ ദൈവം മടക്കി കൊണ്ടുവന്നു. യഹൂദയെ, കാരണം ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയിട്ട് 70 വർഷം കഴിഞ്ഞിട്ട് അവിടെ യഹൂദയും 2 ഗോത്രങ്ങളാണ്. നമുക്ക് ജൂഡ ആൻഡ് ബെഞ്ചമിൻ നമുക്കത് വേണം നോക്കാം. ദൈവവചനം പഠിക്കുകയല്ലേ. ദൈവവചനം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്ന് നോക്കിയിട്ട് പോവാം. According to yes. It says that 144,000 people, 12,000 from each tribe. അതെല്ലാം തിരിച്ചു കൊണ്ടുവരും. അയ്യ, ഇവര് ചിതറിപ്പോയെങ്കിൽ പോലും ഇന്ന് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവരെവിടൊക്കെ ആയിപ്പോയെന്ന് ഇപ്പം സംഭവിക്കുന്ന എന്തോന്നറിയാമോ?
സംഭവിക്കുന്നത്. നമ്മൾ ഇന്ന് ഇച്ചിരി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പോയി. അവനെ ഒന്ന് നോക്കി, അവൻ ഹോളി കമ്മ്യൂണിനെ പിടിക്കല്ലേ. ഇന്ന് പറ്റിപ്പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറ്റുന്നറിയാമോ? ഇവർ ചിതറിപ്പോയി. ഇവർ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഒത്തിരി പേര് ചിതറിപ്പോയി. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു. മണിപ്പൂരി പ്രശ്നം ഉണ്ടാകുന്നത്. മോനെ ഇത് സ്റ്റോപ്പ് ചെയ്തോ, മോനെ ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തു. അവനെ പിടിച്ചു, സ്റ്റോപ്പ് ചെയ്തിട്ട് അവനെ പിടിച്ചു. ഇത്രയും കാലം ദൈവം വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് ദൈവം എന്ത് പറ്റിയെന്നറിയാമോ? ഇസ്രയേലിനെ എന്ത് പറ്റിയെന്നറിയാമോ? മറ്റ് രാജ്യങ്ങളിലേക്ക് ദൈവം പ്രവാസത്തിൽ അയക്കാനുള്ളതിന്റെ കാരണം. ഓക്കെ, നമുക്കിനി നമ്മുടെ സ്ലൈഡിലേക്ക് വരാം. സ്തോത്രം. അപ്പം 1 തൊട്ട് 39 വരെ അസീറിയൻസിന്റെ ചരിത്രമാണ്. 40 തൊട്ട് 66 വരെയുള്ളത് ബാബിലോണിന്റെ ചരിത്രമാണ്. അപ്പൊ നമ്മള് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഇവിടെ പഠിച്ചു, ഇവിടെ കിട്ടി, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അതെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതില. വീണ്ടും അവിടേക്ക് മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ കാവൽ ഒരു വ്യക്തിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ? നിങ്ങൾ ഇവിടെ നിന്നൊന്ന് ചിന്തിച്ച്. ദൈവത്തിന്റെ കാവൽ നമുക്ക് അടുത്ത മുന്നോട്ട് പഠിക്കുമ്പോൾ പറയാം. ദൈവം എപ്പോഴും ചൂരവടിയും കൊണ്ട് വരത്തില്ല. ഒരു തെറ്റ് ചെയ്തു, ദൈവം ഒരിക്കലും ചൂരവടിയും കൊണ്ട് വരത്തില്ല. ദൈവം മിണ്ടാതെ നിൽക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് കൺവിക്ഷൻ തരും. പക്ഷെ പിന്നെയും ചെയ്തു, ദൈവം വരത്തില്ല. പക്ഷേ ബൈബിൾ പഠിക്കാമെങ്കിൽ കാണാം ദൈവത്തിന് കരുണയുണ്ട്. പുതിയ നിയമത്തിലെ ദൈവം കൃപയുള്ള ദൈവമാണ്. എല്ലാം ശരിയാ. പക്ഷേ ബൈബിളിൽ യേശു കർത്താവ് പറഞ്ഞൊരു കണക്കുണ്ട്. നിന്റെ സഹോദരൻ പിഴച്ചാൽ എത്ര വർഷം ക്ഷമിക്കണം? 770. ഞാൻ 770 കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ആന്റി കേട്ടിട്ടുണ്ടോ? 770. എന്തിനാ കർത്താവ് 770 എന്ന് പറഞ്ഞു? കർത്താവ് 770 എന്ന് പറഞ്ഞതിന്റെ കണക്ക് ന്യായപ്രമാണത്തിലെ കണക്കാണ്. നിങ്ങളറിയാം യേശു കർത്താവ് ദൈവവചനത്തിന്റെ വെളിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. 770 എങ്ങനെ? 770 നമ്മൾ അതിനൊരു ലോജിക്ക് കണ്ടുപിടിച്ചു. 7 എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പൊ ഓരോ ദിവസം 10 പ്രാവശ്യം വെച്ച് 70 പ്രാവശ്യം വെച്ച് ക്ഷമിച്ചോണം. ഒരു ലോജിക്ക് കണക്ക് കണ്ടുപിടിച്ചു. കർത്താവ് ലോജിക്കല്ല പറഞ്ഞു. കർത്താവ് ന്യായപ്രമാണം, കർത്താവ് വചനത്തിലാ പറഞ്ഞു. എന്തു 770? അടിസ്ഥാനമാണ്. 7 എന്ന് പറഞ്ഞാൽ ആ 7ന്റെ പ്രമാണത്തിലാ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ. ഇനി 770 എന്തോ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ സമയം പോകും. 770 എന്തോ എനിക്കൊന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. 770 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇവിടെ ഇസ്രയേലിനെ ഇവര് പ്രവാസത്തിൽ പോയി, ഇവര് തകർന്നുപോയി. ആ 10 ഗോത്രം തകർന്നുപോയി, മേർജായിപ്പോയി, ലോകത്തിന്റെ കൂടെ മേർജായിപ്പോയി. ഇന്ന് യഹൂദന്മാര് പറയാ, പയ്യ ചോദിച്ച ചോദ്യം, ഇന്ന് യഹൂദന്മാര് പറയാ അപ്പൻ ഏതായാലും വേണ്ടിയില്ല, അമ്മ യഹൂദ സ്ത്രീ ആണെങ്കിൽ ഇങ്ങ് പോരാൻ. അതുപോലെ ഒരു തകർന്നുപോയി. അപ്പൻ ഏതായാലും വേണ്ടിയില്ല, അമ്മ യഹൂദ സ്ത്രീ ആണെങ്കിൽ, ആരെങ്കിലും ഒരാൾ യഹൂദ സ്ത്രീ ആണെങ്കിൽ, യഹൂദരാണെങ്കിൽ തിരിച്ചു പോരാൻ. കാരണം മറ്റവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. DNA ടെസ്റ്റോ എന്തൊക്കെ നടത്തിയിട്ടും പക്ഷെ അവരുടെ പല കാര്യങ്ങളുണ്ട്. ഭയങ്കര ദൈവത്തിന്റെ പ്രവർത്തികളാണ്. പക്ഷെ ദൈവം അവരെ മടക്കിയെടുക്കുന്നു. അരിപ്പ കൊണ്ട് അരിച്ചെന്നവണ്ണം ദൈവം അവരെ പുറത്തെടുക്കുന്നു കേട്ടോ. ഇനി 770 എന്ന് പറഞ്ഞാൽ എന്തുവാ? 770 എന്നുള്ളത് പറയണമെങ്കിൽ ഈ വിഷയം 770 ഒരു കണക്കാ വരുന്നത്. പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വരണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ എടുക്കും എക്സ്പ്ലെയിൻ ചെയ്ത് വരണമെങ്കിൽ. പക്ഷേ നമുക്ക് ഇതുമായിട്ടൊക്കെ മുന്നോട്ട് പോവാം. 770 എന്തുവാന്ന് പറയട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സംശയമായിട്ടിരിക്കണ്ട. യഹൂദ ജൂഡായെ, യെരുശലേമിനെ ബാബിലോൺ ആൾക്കാർ വന്ന് പിടിച്ചോണ്ട് പോയി. എന്നാ പിടിച്ചോണ്ട് പോയെ? യഹൂദയെ ബാബിലോൺ ആൾക്കാർ വന്ന് പിടിച്ചോണ്ട് പോയി. എന്നാ പിടിച്ചോണ്ട് പോയെ? പറഞ്ഞോ, നിങ്ങൾക്ക് അറിയാമോ എന്നാ പിടിച്ചോണ്ട് പോയെന്ന്? യഹൂദയെ എന്ന് പിടിച്ചോണ്ട് പോയി?
യഹൂദയെ പിടിച്ചോണ്ട് പോയത്, ജൂഡായെ പിടിച്ചോണ്ട് പോകുന്നത്, ജൂഡായെ പിടിച്ചോണ്ട് പോകുന്നത്, അല്ലെങ്കിൽ യെരുശലേമിനെ, ജെറുസലേമിനെ പിടിച്ചോണ്ട് പോകുന്നത് BC 606 ആദ്യമേ വന്ന് പിടിച്ചോണ്ട് പോകുന്നത്. BC 606. 606 ആരാ വന്ന് പിടിച്ചോണ്ട് പോകുന്നത്? കിങ് നെബുക്കദ്നേസർ, ബാബിലോൺ ആൾക്കാർ. അവർ പിടിച്ചോണ്ട് പോകുന്നത് ആരാ? ബാബിലോൺ. ആൾക്കാർ അവരാ പിടിച്ചോണ്ട് പോകുന്നത്. ആരാ അത് പിടിച്ചോണ്ട് പോകുന്നത്? കിങ് നെബുക്കദ്നേസർ 2. കിങ് നെബുക്കദ്നേസർ 2 വന്ന് പിടിച്ചോണ്ട് പോകും ബാബിലോൺ. രണ്ടാമത് അവരെ പിടിച്ചോണ്ട് പോകുന്നത് ആരാന്നറിയാമോ? അവരെ എന്നാ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? BC 596. ആരാ പിടിച്ചോണ്ട് പോകുന്നത്? ബാബിലോൺകാർ തന്നെ. കിങ് നെബുക്കദ്നേസർ തന്നെ പിടിച്ചോണ്ട് പോയി. മൂന്നാമത് അവരെ മൂന്ന് കൂട്ടരായിട്ടാണ് പിടിച്ചോണ്ട് പോകുന്നത്. 586 അന്ന് പിടിച്ചോണ്ട് പോകുന്നത് ഇവർ തന്നെ പിടിച്ചോണ്ട് പോയി. ബാബിലോണിൽ പിടിച്ചോണ്ട് പോയി. എന്തുവാണ് ദൈവം ഇവിടെ വെച്ച് യെരമ്യാവിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ സന്തതികളെ ഞാൻ 70 വർഷം കഴിയുമ്പോൾ ഞാൻ മടക്കിയെടുക്കും. 70 years കഴിയുമ്പം ഞാൻ മടക്കി കൊണ്ടുവരും. എന്തിനാ 70 years കൊടുത്തേ? 70 years ദൈവം കൊടുത്തത് ഇസ്രയേൽ മക്കൾ ന്യായാധിപന്മാരുടെ കാലം തൊട്ട് ഇങ്ങ് രാജാക്കന്മാരുടെ കാലം വരെ, യെരമ്യാവിന്റെ കാലഘട്ടം വരെ ടോട്ടലി 490 സംവത്സരം ഇസ്രയേൽ മക്കൾ ദൈവത്തിന്റെ ശബത്ത് വർഷം തെറ്റിച്ചു. ശബത്ത് വർഷം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? മനസ്സിലായില്ല? ജൂബിലി ഇയറിന്റെ വേറൊരു ഭാവം. ഓക്കെ, ശബത്ത് വർഷം എന്തോന്ന് പറയാം. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടു മോന് വല്ല മനസ്സിലാവുന്നുണ്ടോ? ആദ്യം തൊട്ട് പറയാം. അനിതാൻറ്റി കേൾക്കുന്നുണ്ടോ? ബൈബിൾ എഴുതുന്നത് 7ന്റെ കോഡിലാണ്. അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദൈവം 7ന്റെ കുറെ കണക്കുകളാണ് ബൈബിളിൽ കൊടുത്തേക്കുന്നത്. ഇവൻ 7ന്റെ കണക്ക് ബൈബിളിൽ മാത്രമല്ല, സൃഷ്ടിക്കകത്ത് 7 കിടക്കുക. 7 സൂര്യപ്രകാശത്തിന് എത്ര കളറുണ്ട്? 7. മഴവില്ലിന് എത്ര കളറുണ്ട്? 7. എത്ര ശബ്ദങ്ങളുണ്ട്? ടോൺ. മ്യൂസിക്കിന് എത്ര ടോൺ ഉണ്ട്? 7. ഇനി 7. എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? 7 ഭൂഖണ്ഡങ്ങൾ. ഇനി ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? സൂര്യന്റെയും ചന്ദ്രന്റെയും കറക്കം എല്ലാം 7ന്റെ ഗുണിതങ്ങളാണ്. ബൈബിളിൽ ഇപ്പൊ ഇതിന്റെ കാര്യം എന്തോ പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ 7 കിടക്കുക. ജീവനിൽ ഒരു ജനനത്തിനകത്ത് 7 കിടക്കുക. ഉദാഹരണം, ഒരു മുട്ട വിരിയാൻ, ഏറ്റവും ചെറിയ ബേർഡിന്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം 14 ദിവസം. സ്പാരോയുടെ മുട്ട വിരിയാൻ, കുരുവിയുടെ മുട്ട വിരിയാൻ. അതിനെക്കാട്ടിലും വലിയ ബേർഡായ കോഴിയുടെ മുട്ട വിരിയാൻ എത്ര ദിവസം എടുക്കുന്നത്? 21. 7 into 3. മറ്റേത് എത്ര? 7 into 2. അതിനെക്കാട്ടിലും വലിയ ബേർഡാണ് ഡക്ക്. ഡക്കിന്റെ മുട്ട വിരിയാൻ എത്ര ദിവസം കൊടുക്കും? 28. 27 വിരിയത്തില്ല, 29 വിരിയത്തില്ല, 28. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും വലിയ ബേർഡായ ഓസ്ട്രിച്ചിന്റെ മുട്ട വിരിയാൻ വരെ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ലൈഫിനകത്ത് 7ന്റെ ഗുണിതങ്ങൾ കിടക്കാം. കിട്ടുന്നുണ്ടോ? ചന്ദ്രനിലും സൂര്യനിലും ചന്ദ്രനിലും ഭൂമിയുടെ കറക്കത്തിനകത്തും ഒക്കെ 7ന്റെ കണക്ക് കിടക്കാം. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7. ഇവൻ സോളാർ കലണ്ടർ എടുത്താലും ലൂണാർ കലണ്ടർ എടുത്താലും. ഇപ്പൊ നിങ്ങൾ പറ, ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ യുക്തിവാദികൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ കിടന്ന് കുറച്ച് ആൾക്കാരില്ലാത്തടത്ത് പറയാൻ പറ്റും.
പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സ്റ്റഡികളിൽ കൂടെ നമ്മൾ പഠിക്കാമെങ്കിൽ മനസ്സിലാവും, ബൈബിളിൽ ഒത്തിരി ഏഴ് കിടക്കാം. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇന്ന് നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. ബൈബിളിൽ എന്തൊക്കെ ഏഴുകളുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു തുടങ്ങാം. 7 നിലവിളക്ക്. നിലവിളക്കിന് 7 തണ്ട്. അടുത്ത നിങ്ങൾ പറഞ്ഞു. 7 സഭകൾ, 7 ദൂതന്മാർ, 7 ബാധകൾ, 7 കാഹളം, 7 വർഷം. 7ന്റെ കണക്കിന് എന്തുവാ? ഇങ്ങനെ കിടക്കുക. 7 7 7 7 നൂറുകണക്കിന് കാര്യം 7 കിടക്കുക. ലൈഫിൽ 7 കിടക്കുക, ഭൂമിയിൽ 7 കിടക്കുക, സ്പേസിൽ 7 കിടക്കുക, ഭൂഖണ്ഡങ്ങൾ 7, ഇങ്ങനെ അങ്ങ് മ്യൂസിക്കിൽ കളറിൽ 7. അപ്പൊ ഇതൊക്കെ ബിഗ് ബാങ് വഴി ചുമ്മാതുണ്ടായി വന്നാന്നോ, അല്ലോ ഇതിന്റെ എല്ലാം പിമ്പിൽ കണക്കുകൂട്ടൽ അറിയാവുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടോ? മോന് മനസ്സിലായോ? മ്യൂസിക്കിന് 7 ടോണ്, എന്താ 8 ടോൺ ഇല്ലാത്ത? മഴവില്ലിന് 7 കളറ്, ആഴ്ചയിൽ 7 ദിവസം. ബിഗ് ബാങ് വഴിയാ ഉണ്ടായെങ്കിൽ എങ്ങനെ 7 വരുന്നേ? അയ്യ ആൻറ്റി, എങ്ങനെ 7 വരുന്നേ? അപ്പൊ ഇതിന്റെ നമ്മുടെ ലൈഫിൽ 7 ദിവസം കഴിയുമ്പം നമ്മുടെ ബ്ലഡ് സെൽസിനകത്ത് പ്യൂരിഫിക്കേഷൻ നടക്കും. ബ്ലഡ് സെൽസിനകത്ത് വൈറ്റ് സെല്ലോ എന്തോ അതിന്റെ മെഡിക്കൽ വേർഡ് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ നടക്കുക. ഇനി ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകാൻ എത്ര ആഴ്ചയല്ല പറയുന്നത്? ഡോക്ടേഴ്സ് പറയുന്നത് 40 ആഴ്ച. 40 × 7 280 ദിവസം ആണോ? ജനറലി പഠിപ്പിക്കുന്ന എത്ര? 40 വീക്സ് ആണോ? മനുഷ്യന്റെ ജനനത്തിൽ എഗ്ഗിനകത്ത് എവരിവെയർ ഇതിന്റെ എല്ലാം പിമ്പിൽ ഒരു സൃഷ്ടിതാവിന്റെ കരം ചലിച്ചിട്ടുണ്ടോ? ചലിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇനി ബൈബിളിലോട്ട് വരിക. ബൈബിൾ എഴുതിയത് 7ന്റെ കോഡിലാണ്. ഞാൻ ഇന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇങ്ങനെ അയ്യ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ഡിസ്റ്റൻസ് ലെറ്റർ കോഡിങ്. ഡു യു റിമെമ്പർ ദാറ്റ് അയ്യ? 7ന്റെ കോഡിങ്ങിനെ കുറിച്ച്, ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ എഴുതിയതിനെ കുറിച്ച്. ഓക്കെ, അതോടാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു ഭാഗം പറയാം. ബൈബിളിൽ എല്ലാം 7ന്റെ പ്രമാണം കേട്ടോ. നമ്മൾ 770 എന്തുവാൻ ചിന്തിക്കാൻ പോവാ. അവിടം തൊട്ട് തുടങ്ങിയതാ 770. ദൈവം പറഞ്ഞു മരുഭൂമി കൂടെ ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ട് പോവാ. ഇസ്രായേലിനെ മരുഭൂമി കൂടെ നടത്തിക്കൊണ്ട് പോവാ, ഇസ്രായേലിനെ. അന്നേരം ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ പ്രമാണം നിങ്ങളെ പഠിപ്പിക്കാൻ പോവാ. 1, 7 ദിവസം, 7ാം ദിവസം നിങ്ങൾക്ക് റെസ്റ്റാ. അതിന് വിളിക്കുന്ന പേര് സബത്ത്. സബത്ത് ഡേ. സബത്ത് ഡേ. മരുഭൂമി കൂടെ നടക്കുമ്പോൾ 6 ദിവസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ നടന്നോ, ഈ 6 ദിവസം മന്ന വീഴും. 7ാം ദിവസം മന്ന വീഴത്തില്ല. 6ാം ദിവസം ഡബിൾ വീഴും. നീ 5ാം ദിവസം ഡബിൾ പറക്കിയാൽ ക്രമിച്ചു പോകും. പക്ഷെ 6ാം ദിവസം ഡബിൾ പറക്കിയാൽ ക്രമിച്ചു പോകത്തില്ല. എന്താ ആൻറ്റി ചിന്തിക്കണോ? ഇത് ദൈവത്തെ അനുസരിച്ചാൽ ചില സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നടക്കും. ദൈവത്തെ അനുസരിച്ചാൽ ചില സൂപ്പർ നാച്ചുറൽ കാര്യം നടക്കും. നിങ്ങൾ എന്നും ഓർത്തോണം, നിങ്ങൾ കിട്ടുന്ന സമയം ദൈവത്തെ ഓണർ ചെയ്യാൻ നോക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്, ശബത്ത് ദിവസം നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് മാറൽ. ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ ഓർക്കുക. അവർ രണ്ടുപേരും ഒത്തിരി പ്രായമായവരാണ്. വർഷങ്ങളായിട്ട് ഞാൻ കാണും. അവർക്ക് രണ്ടുപേർക്കും വയ്യാതെ കിടപ്പായെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ അവരാരാധന മിസ് ചെയ്തു. എൻ്റെ മമ്മിക്കാണെങ്കിൽ ഒരു കണ്ണേ കാണത്തുള്ളൂ, കൈയും കാലും വയ്യ. ഇന്നും രാവിലെ 7:30 ആരാധനയ്ക്ക്. തണുപ്പാണോ, മഴയാണോ, മഞ്ഞാണോ, അവരുടെ ശരീരം വയ്യായോ, ഷുഗറാണോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ, ട്രിപ്പ് ഇട്ടോ, ഇപ്പോഴൊക്കെ ഉള്ളൂ അങ്ങനെ തീരെ വയ്യാതാകുമ്പോഴേ ഒരു പള്ളിയിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ പപ്പായ്ക്കും കണ്ണ് കാണത്തില്ല. പപ്പ ഏതാണ്ടൊരു ലെക്കിനങ്ങ് പോവാം, വണ്ടിയും കൊണ്ട് പോവാം. എത്ര പ്രാവശ്യം ആക്സിഡന്റ് ആയിട്ടുണ്ട്, പക്ഷെ പള്ളി വിടത്തില്ല. ദൈവത്തെ ആരാധിച്ചിട്ടുള്ള അനുഗ്രഹമാണ്. അവർ മഴയാണെങ്കിലും വെയിലാണെങ്കിലും
അത് വലിയൊരു അനുഗ്രഹം, വലിയൊരു അനുഗ്രഹം നമ്മുടെ ലൈഫിൽ. ദൈവം ഇത് വാച്ച് ചെയ്യും. ദൈവം ആർക്കും കടക്കാരനല്ല. ഇതെല്ലാം ദൈവം വാച്ച് ചെയ്യും. ദൈവം വാച്ച് ചെയ്യും. നമ്മുടെ ലൈഫിൽ ഓർത്തം ദൈവത്തെ ആരാധിക്കുന്നത് ഒരിക്കലും പുറകിലോട്ട് പോയി. ശബത്തുടെ ഇനി രണ്ടാമത് ദൈവം പറഞ്ഞു, ആ 7 വർഷം, ഇതിന് വിളിക്കുന്നത് ഇയർ, 7 ഇയർ കേട്ടോ. ഇത് ഡേ, ഇത് ഇയർ. 7-ാം വർഷം, 7-ാം വർഷത്തിന്റെ പ്രമാണം ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ കനാൻ ദേശത്ത് എത്തിക്കും. 6 വർഷം നിങ്ങൾക്ക് ഞാൻ തരുന്ന മണ്ണിൽ നിങ്ങൾ കൃഷി ചെയ്യണം. 7-ാം വർഷം കൃഷി ചെയ്യല്ല. ഇനി 7-ാം വർഷം കൃഷി ചെയ്യാതിരുന്നാലോ? ഇപ്പൊ ഇവരോർക്കും, കർത്താവേ 7-ാം വർഷം കൃഷി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ 6-ാം വർഷത്തെ ആകുമ്പോഴത്തേന് 7-ാം വർഷം കൊണ്ട് തീരും. 7-ാം വർഷം കൃഷി ചെയ്തില്ല, എങ്ങനെ 8-ാം വർഷം ജീവിക്കും? ഇനി 8-ാം വർഷത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 8-ാം വർഷത്തിൽ കിട്ടുമോ? 9-ാം വർഷത്തിലേ കിട്ടത്തുള്ളൂ. അപ്പം എന്തു പറ്റി? കർത്താവേ 7-ാം വർഷം ഞങ്ങൾ പട്ടിണിയാവും, 8-ാം വർഷം പട്ടിണിയാവും, 9-ാം വർഷം വേണം ഇനി ഞങ്ങൾക്ക് ആഹാരം കഴിക്കണമെങ്കിൽ. കർത്താവ് പറഞ്ഞു കേൾക്കണോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനം അനുസരിച്ച് 6-ാം വർഷം മാത്രം കൃഷി ചെയ്താൽ മതി. 7-ാം വർഷം എത്തുമ്പോഴത്തേന്, 6-ാം വർഷത്തിൽ ഞാൻ ഭൂമിയോട് കൽപ്പിക്കും 3 ഇരട്ടി പ്രൊഡക്ടിവിറ്റി തരാൻ. അപ്പൊ നിങ്ങൾ കേട്ടോ, ദൈവത്തെ അനുസരിച്ചാൽ അയ്യാ, ഒബീഡിയൻസ് നിങ്ങളുടെ ലൈഫിൽ നന്മ കൊണ്ട്. ഒബീഡിയൻസ്. Egypt's famine also. Egypt's famine also was for after 6 years. There was a famine, and there were for 3-4 years harvest was given to Egypt. In the Joseph time. ജോസഫ് ടൈമിലെ ഹിസ്റ്ററി പഠിച്ചാൽ അത് വേറെ മിസ്റ്ററിയാണ്. ജോസഫിന്റെ ടൈമിലെ ഹിസ്റ്ററി പഠിച്ചാൽ ആദ്യത്തെ വർഷം ഉണ്ടായത് 80% അടുത്ത വർഷം ഉണ്ടാകുമ്പോഴത്തേന് 80% നമ്മുടെ ചിന്തകളൊക്കെ പിടിവിട്ടു. 1200 ഇരട്ടിയൊക്കെ ഭൂമി ഫലം കൊടുത്തുന്ന. 100% എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രൊഡക്ടിവിറ്റി അറിയാം. 1200 ഇരട്ടി പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? ബൈബിളിൽ തന്നെ തെളിവുണ്ട്. അതിന് ആർക്കിയോളജിക്കൽ കണക്ക് പറയുന്നത്. എങ്ങനെ പഠിച്ചു പോയാൽ സമയം പോകും. അതിന് കണക്ക് പറയാം. കടൽ തീരത്തെ മണല് പോലെയായിരുന്നു ധാന്യം, അതുകൊണ്ട് അളക്കാൻ വയ്യായിരുന്നു. ബൈബിൾ എഴുതിയേക്കുന്ന വേർഡാണ്. വായിച്ചിട്ടുണ്ടോ? ജോസഫിന്റെ കാലത്ത് ആ സുഭിക്ഷമായ കാലമെന്ന് പറയുമ്പം 1-ാം വർഷം ഭയങ്കര പ്രൊഡക്ടിവിറ്റി കിട്ടി, 2-ാം വർഷം എത്തിയപ്പോഴത്തേനും ഭയങ്കര പ്രൊഡക്ടിവിറ്റി, 3-ാം വർഷം എത്തിയപ്പോഴത്തേനും അളക്കാൻ പറ്റത്തില്ല. ഈ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കുക. കാരണം 7 വർഷം സുഭിക്ഷമായെന്ന. മനസ്സിലായ മോനെ? 1-ാം വർഷം നമ്മൾ 100% വിതച്ചു, നമുക്കൊരു 100% കിട്ടിയെന്ന് വെച്ചു. 100 നല്ല പ്രൊഡക്ടിവിറ്റി. അടുത്ത വർഷം വിതച്ചപ്പോൾ 200%. അതിനടുത്ത വർഷം 400. ഒന്ന് അങ്ങോട്ടിട്ടു, 400 കിട്ടി. 7 വർഷം എത്തുമ്പോഴത്തേന് 1200, 1400% പ്രൊഡക്ടിവിറ്റി ആയി. 3 വർഷം കഴിഞ്ഞപ്പോഴത്തേന് അളക്കാൻ പറ്റുന്നില്ല. ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ, UN ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് റോൺ ചാൾസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പഠിപ്പിച്ചതാണ്. ഞാൻ ആ മനുഷ്യൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ, പുള്ളി എൻ്റെ കണക്കും ഡീറ്റെയിലും കൂടെ നിരത്തി പറയാം. എനിക്ക് അവിടെ ആ സംഭവമൊക്കെ പറയുമ്പോണ്ടല്ലോ എൻ്റെ മനസ്സിൽ കൂടെ ഒത്തിരി ചിന്തകൾ പോകും. ഇത്രേ ഉള്ളൂ പറയാൻ. ഒബീഡിയൻസ്, ഒബീഡിയൻസ്, ഒബീഡിയൻസ്. ഞാൻ നിങ്ങളോട്, ദൈവമക്കളോട് കൂടെ, ഒരു പക്ഷേ ഇന്നത്തെ മീറ്റിംഗ് ഞാൻ അവിടെ ഇടത്തില്ലായിരിക്കും, യൂട്യൂബിൽ ഇടത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ദൈവവചനത്തിൽ എന്തുകൊണ്ടാണ് ദൈവം എന്നെ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്നെ ഏൽപ്പിച്ച് എന്തുവാ? ഞാൻ ഒത്തിരി ആലോചിച്ചു. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ മനസ്സിലായത്, എൻ്റെ മാനുഷിക കൊച്ചു ബുദ്ധിയിൽ എനിക്ക് മനസ്സിലായത്, ദൈവം എന്നോട് ചെയ്തൊരു നീതിയാണ്. എന്തിനകത്താണെന്നറിയാം? എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്, അയ്യാ പട്ടാളത്തിൽ പോകണം, മിലിറ്ററി പോകണം. എൻ്റെ ഫാദർ മിലിറ്ററിയിലായിരുന്നു. അപ്പം എനിക്ക് മിലിറ്ററി പോകണമെന്നുള്ള ആഗ്രഹം എന്തിനാണെന്നറിയാം? ക്രിക്കറ്റ് കളിക്കാൻ. അത്രേ ഉള്ളൂ. കാരണം ക്രിക്കറ്റ്, എനിക്ക് പ്രൊഫഷണൽ ക്രിക്കറ്റർ ആകണം, ഇന്ത്യക്ക് വേണ്ടി കളിക്കണം,
അതിനു വേണ്ടി ഏതെങ്കിലും വകുപ്പിൽ കൂടെ കയറി പോവുക, റെയിൽവേ കയറുക അല്ലെ ആർമി കയറുക. അപ്പൊ അവർക്ക് വേണ്ടി കളിക്കാമെങ്കിൽ അവർ ചെലവ് നോക്കിക്കോളൂ, നല്ലതായിട്ട് കളിച്ചാൽ മതി, ചെലവ് നോക്കിക്കോളൂ, അതുവഴി ഇന്ത്യൻ ടീമിൽ കയറിപ്പോ. ഇതൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നം, ക്രിക്കറ്റ് കളിയായിരുന്നു എൻ്റെ സ്വപ്നം. അപ്പൊ ആർമി കയറണം, ആർമിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ക്രിക്കറ്റ് കളിയോടുള്ള സ്നേഹം, അതായിരുന്നു ആദ്യത്തെ സ്നേഹം, ക്രിക്കറ്റ് ആയിരുന്നു ആദ്യത്തെ സ്നേഹം. എനിക്ക് കർത്താവിങ്കിലേക്ക് ഞാൻ വരുന്ന എന്ന് വെച്ചാൽ കർത്താവിങ്കിലേക്ക് ഞാൻ പണിയുന്ന സമയമാണ് 21-22 വയസ്സുകളിലാണ്, അല്ലെ 22 വയസ്സുകൾ. ഞാൻ എലഹങ്കയിൽ BSF എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. BSFന്റെ 2 ഇതുണ്ട്, STC ഉണ്ട്, ST. ഇതെല്ലാം ഞാൻ അവിടെ പോയതുകൊണ്ട് അറിയാം. STC ഉണ്ട്, ST സിഗ്നൽസ് ഉണ്ട്, റേഡിയോ സിഗ്നൽസ്. ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്കൊരു ഓപ്പണിംഗ് കിട്ടി, റേഡിയോ വയർലെസ് ഓപ്പറേറ്ററായിട്ട് SIയുടെ പോസ്റ്റിൽ ഫസ്റ്റ്, ഇത് ASIയുടെ പോസ്റ്റിലാണ് ഫസ്റ്റ് എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടും. ഞാൻ എൻ്റെ പപ്പാട് പറഞ്ഞു, പപ്പ വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ സിഗ്നൽസിൽ SI പോസ്റ്റിലൊരു ഇത് വന്നിട്ടുണ്ട്, ഞാൻ അപ്ലൈ ചെയ്തു. അത് കിട്ടിയാൽ നിനക്ക് അന്നേരം തൊട്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകളൊക്കെ നിനക്ക് മിലിറ്ററി നിന്റെ കാര്യം നോക്കിയോളും, അങ്ങനെയൊക്കെ സിഗ്നൽസിൽ കയറിയാൽ നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കാണാൻ പോയപ്പം പപ്പാടെ ഒരു ഫ്രണ്ടാണ് അവിടെ ഇരിക്കുന്ന, BSFനകത്തിരിക്കുന്ന ആൾ. പുള്ളി അവിടുത്തെ ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനകത്തെ പുള്ളി അവിടുത്തെ SI ആണ്, പുള്ളി ബിലീവറും കൂടെ കൂടി. ഞാൻ അങ്കിളിനെ പോയി കണ്ടു, മിലിറ്ററിക്കാരുടെ കുറേ മക്കളെല്ലാം കൂടെ കൂടി വിളിച്ചുകൊണ്ട്, കാരണം പപ്പായുടെ കുറേ പെൻഷൻ ആകുന്ന സമയത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ എല്ലാം കൂടെ ഞാൻ പോയി എല്ലാം പോയി കണ്ട്, അമ്മാരെല്ലാം കൂടെ എന്നെ കൊണ്ടുപോയി. അപ്പം അതുകൊണ്ട് മത്തായി സാറിൻ്റെ മോനെ ഇത് അപ്ലൈ ചെയ്യും, ഞാൻ ഇവിടെ ഉണ്ട്, ഇപ്പം ഇവിടെ വെച്ച റിക്രൂട്ട്മെന്റ് നടക്കുന്നത്, ഞങ്ങളെല്ലാം കൂടെ കൂടിയാ, എനിക്ക് നിന്റെ അപ്പം പട്ടാളത്തിലും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാനന്ന് ചർച്ചിലോട്ടൊക്കെ വന്ന സമയമാണ് എനിക്ക് അവിടെ നിന്ന് ലെറ്റർ കിട്ടിയ്യ, ഇതും കൊണ്ട് വന്നാൽ മതി, നിനക്ക് കയറിപ്പാ, കാരണം എല്ലാം ദൈവകൃപയാൽ കയറിപ്പാ. എൻ്റെ മനസ്സിൽ 50-50. ഞാൻ ഇത് കൊണ്ടുവന്ന് MA വർഗീസ് പാസ്റ്ററെ കൊണ്ട് കാണിച്ചു, പാസ്റ്ററെ എനിക്കിങ്ങനെ മിലിറ്ററിയിലേക്ക് ഇങ്ങനെ പോസ്റ്റ് കിട്ടും. പാസ്റ്റർ ഇത് കണ്ടു, പാസ്റ്റർ എയർഫോഴ്സുകാരനാണ്. പാസ്റ്റർ കണ്ടിട്ട് പറഞ്ഞു, മോൻ മിലിറ്ററി പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത പണി കേൾക്കണം. ആ സാധനം എടുത്തുകൊണ്ട് ഗേറ്റിന് വെളിയിലോട്ട് ഇറങ്ങി, അത് ഞാൻ കീറി വേസ്റ്റ് കളഞ്ഞു. പപ്പ അന്ന് വൈകിട്ട് എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, പപ്പ അന്ന് ചർച്ചിൽ വന്നിട്ടില്ല, നാട്ടിലാണ്. എന്നോട് ചോദിച്ചു എന്തുവായിരുന്നു, ഞാൻ പറഞ്ഞു ഞാനതിന് പോകുന്നില്ലെന്ന് പറഞ്ഞു. എന്തു പറ്റുന്നു, പാസ്റ്റർ എന്നോട് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. പാപ്പ വായി വന്നത് എല്ലാ വഴക്കും, നിനക്ക് ബുദ്ധിയില്ല ചേട്ടാ, മിലിറ്ററി കയറി കഴിഞ്ഞാൽ നിന്റെ ഭാവി സെറ്റിലാണ്, അതും നീ സിഗ്നൽസിലൊക്കെ ഞങ്ങളെപ്പോലെ കഷ്ടപ്പെടണ്ട. ഞാനത് കീറിക്കളഞ്ഞു. പുള്ളി എന്നെ പറയാൻ പറ്റൊന്നുമില്ല, ഫോൺ വെച്ചിട്ട് പോയി. അത് ലാൻഡ് ലൈനും എങ്ങാണ്ട, ഫോൺ വെച്ചിട്ട് പോയി. ഞാൻ തീരുമാനിച്ചു, എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ആദ്യം ഞാൻ ഒബേ ചെയ്തു, അനുസരിച്ചു. എൻ്റെ സാലറി 1500 രൂപ, അന്നത്തെ സാലറി. ബഥേലി ചർച്ചിൽ തന്നെ ഞാൻ ജോലി ചെയ്യുന്നത്. 1500 രൂപ എൻ്റെ സാലറി. 800 രൂപ റെന്റ് കൊടുക്കണം, കഴിക്കാനും കഴിക്കാനും എല്ലാം കൂടെ ഉള്ള എൻ്റെ 600 രൂപയാണ്. ടൈറ്റ് കൊടുക്കണം. അന്നേരം ഞാൻ ടൈറ്റ് കൊടുക്കും, കൃത്യമായിട്ട് ടൈറ്റ് കൊടുക്കും. 500 രൂപയ്ക്ക് വേണം എനിക്ക് ഒരു മാസം കഴിക്കാൻ, ഒരു മാസം. മിനിസ്ട്രി ഇല്ല, വേറെ ഒന്നുമില്ല. ഞാൻ തീരുമാനിച്ചു, എൻ്റെ ലൈഫ് കർത്താവിന് വേണ്ടി കൊടുത്തു. പല സമയത്തും ഡബിൾ ചിന്ത വരാം, ഇല്ല, ഞാൻ എന്നോട് തന്നെ പറയില്ല, ഞാൻ എടുത്ത ഡിസിഷനിൽ തന്നെ ഞാൻ നിൽക്കുക. നാളുകൾ പോയി. ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് നമ്മളെക്കാട്ടി വലിയ ആൾക്കാർ ശുശ്രൂഷിക്കാനുണ്ട്. നമ്മളെ ആരും വിളിക്കത്തില്ല മിനിസ്ട്രിക്ക്, എന്നെ ആരും വിളിക്കത്തില്ല, നമ്മൾ ജോലിക്കാരന് വിളിക്കത്തില്ല. ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരെ അവരെയൊക്കെ വിളിക്കുന്നത്. ഞാൻ ഓർത്തു എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും, എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യുക, ആരെന്ത് പറഞ്ഞാലും ജോലി ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് കാര്യമാണ്, ആരെന്ത് പറഞ്ഞോ ഞാൻ ജോലി, എന്ത് പണി ഞാൻ ചെയ്യും, എന്ത് പണി ചെയ്യും. എൻ്റെ മെയിൻ പണിയായിരുന്നു സൗണ്ട്, വീഡിയോ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫുൾ കാര്യം റെഡിയാക്കി വെക്കും, ചെയർ ഇടുക, എവ്രിതിങ്, എല്ലാ പണികളും ചെയ്യും. അതുകൊണ്ട് ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമാണ്, പണി ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടമാണ്. ഞാൻ ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം, അങ്കിളെ എനിക്ക് ഇച്ചിരി സമയം എന്താ, ഞാനത് പഠിച്ചിട്ട് ചെയ്യാം. ഞാൻ പോയി പഠിച്ചിട്ട് അവർക്കറിയാം ഇവനെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ നല്ലതാണ്. ഇവന് 1500-2000 രൂപ കൊടുത്താൽ മതി, ഇവൻ 10,000 രൂപയുടെ പണി ചെയ്തു. ഈ വണ്ടി ഓടിക്കും, എന്ത് പരിപാടിയും ചെയ്യും. ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പം ഓക്കെ, ദൈവം എനിക്ക് അല്പം തിളക്കമൊക്കെ തരാൻ തുടങ്ങി. എന്നാലും ആൾക്കാർ എന്നെ വിളിക്കത്തില്ല. ഇങ്ങനെ ഞാൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്നെ കർത്താവിന് വേണ്ടാത്തന്നോ, എന്നെ തള്ളിക്കളഞ്ഞാണ്. എന്നെ ആൾക്കാർ പറയുന്നത് എന്തുവാണെന്നറിയാമോ, അപ്പനും അമ്മയും ഇല്ലാത്ത കൊച്ചിനെ ചർച്ചിൽ MA വർഗീസ് പാസ്റ്റർ എടുത്ത് വളർത്തുക. എൻ്റെ അപ്പനെ അമ്മ ആർക്കും അറിയത്തില്ല. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പോലും ആൾക്കാർ പറഞ്ഞങ്ങനെ,
എൻ്റെ അപ്പനെ അമ്മയും ആർക്കും അറിയത്തില്ല. അവർ വന്നിട്ട് ഇരുന്നിട്ട് പോകും. അവൻ എമോറിസ് പാസ്റ്ററും ആൻറ്റിയും കൂടെ അവനെ എടുത്തു വളർത്തുക. റോയിക്ക് അപ്പനും അമ്മയില്ല, അവനെ എടുത്തു വളർത്തുക. അങ്ങനെ ആ ചർച്ചിലുള്ള ആൾക്കാർക്ക് അറിയപ്പെടുന്നു. ഫുൾ ടൈം അവരുടെ കൂടെ. എൻ്റെ അപ്പനും അമ്മയെന്ന് ആർക്കും അറിയത്തില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞു. ചർച്ചിൽ എന്നെ ശുശ്രൂഷിക്കാതെ സ്ലോലി ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവ്, ഒരു ദിവസം ഞാൻ എയർഫോഴ്സിൽ ഇവിടെ എയർ ഷോ നടക്കുന്ന സമയത്ത് എനിക്കൊരു അങ്കിള്, ഒരു പൈലറ്റ് അങ്കിൾ എനിക്കൊരു പാസ് വന്നു. ഞങ്ങൾക്ക് 2-3-4 പാസ് വന്നു. ആ അങ്കിൾ പാസ് വന്നതുകൊണ്ട് ഞാൻ എയർഫോഴ്സിൻ്റെ സൺഡേ വർഷിപ്പ് ലീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുക. സൺഡേ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ വലിയ പ്രസൻസ് ഒന്നുമില്ല, ദൈവ സാന്നിധ്യം. പക്ഷെ നോർമൽ, എല്ലാം അനുഗ്രഹമായിട്ട് പോയി, നോർമലായിട്ട് പോയി. സുനിൽ പാസ്റ്ററുടെ 2 കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട്, ഏബിൾ എന്നൊരു പയ്യനും കൂടെ ഉണ്ട് എൻ്റെ കൂടെ. ആ പയ്യനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ 4 പേര് കൂടി ഞങ്ങൾ പോവാം. ഞങ്ങൾ ചെന്നിട്ട് ഞാൻ എയർഫോഴ്സിൽ പ്ലെയിൻ അങ്ങോട്ട് റേസ് ചെയ്തുകൊണ്ട് എടുക്കാൻ തുടങ്ങും. പ്ലെയിൻ എടുക്കുന്നു, ജമ്പ് ചെയ്യുന്നു, ഡൈവ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ മേൽ ഹെവി പ്രസൻസ് ഇറങ്ങാം. ആ ഗ്രൗണ്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, എയർഫോഴ്സിൻ്റെ എയറോഡ്രോമിന് മുന്നിൽ നിൽക്കുക. ഭയങ്കര പ്രസൻസ്. ഞാൻ ഓർക്കും, എന്തോ അത് എനിക്കിനി തോന്നലാണോ, എനിക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണോ, എനിക്കറിയത്തില്ല. ഞാൻ അവിടെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ പ്ലെയിൻ്റെ മൂളൽ കേൾക്കുമ്പോൾ എൻ്റെ അകത്ത് തീ വീഴുന്നു. എൻ്റെ അകത്ത് തീ വീഴുക. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ എന്തോ പ്രോബ്ലമാണ്. പ്ലെയിൻ്റെ മൂളൽ കേൾക്കുമ്പോൾ എൻ്റെ മേൽ ദൈവസാന്നിധ്യം വർദ്ധിക്കുക. ഞാൻ എൻ്റെ കൂടെ നിന്നോട് പറഞ്ഞാൽ, എനിക്ക് ചർച്ചിൽ നിന്ന് വർഷിപ്പ് ലീഡ് ചെയ്തതിനെക്കാട്ടിൽ ഹെവി പ്രസൻസ് ഓഫ് ഗോഡ് എനിക്ക് ഇവിടെ വെച്ച് ഫീൽ ചെയ്യുന്നു. എന്തോ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ ആൻറ്റി, ഞാൻ അവിടെ എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒന്നും അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം അല്ല. ഇതുപോലുള്ള ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ അകത്തങ്ങ് എല്ലാം കൂടെ അങ്ങ് കത്തിക്കുന്ന പോലെ ദൈവസാന്നിധ്യം കത്തി കയറുക. ഞാൻ വീട്ടിലോട്ട് വരുമ്പോഴും എനിക്കറിയാം ഇതാ പറയുന്നത്. പക്ഷെ എന്നോട് കർത്താവ് ഒരു ഒറ്റ വേർഡ് പറയാം. അവിടെ നിന്ന് കർത്താവിനോട് പറയാം, ഈ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ തലയും കുത്തി മറിഞ്ഞ് ഡൈവ് ചെയ്ത് പോയി മൂളിച്ചു പോകുന്ന പ്ലെയിൻ ഉണ്ടല്ലോ, ഇവൻ പോയി എനിമിയുടെ ടെറിട്ടറിക്കകത്തോട്ട് കയറി ഇവനെ ഏൽപ്പിച്ച പണി ചെയ്തിട്ട് ഇവൻ മടങ്ങി ഇവിടെ വന്ന് ലാൻഡ് ചെയ്യും. എന്നോട് കർത്താവ് പറയാം, ആ കാണുന്ന പ്ലെയിൻ ഉണ്ടല്ലോ, അവൻ ഒരൊറ്റ കത്തൽ കത്തി എനിമിയുടെ ആകെ പാകിസ്ഥാനിൽ പോയി കയറി. അവന് അവിടെ പോയി കയറി ഓരോ ശത്രുവിൻ്റെ പാളയത്തെ ടെററിസ്റ്റിൻ്റെ സാധനത്തെ കത്തിച്ചിട്ട് അവനെ മടക്കി ഇവിടെ പൈലറ്റ് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യും. അങ്ങനെ ഇന്ത്യ ജയിക്കും. എന്നോട് കർത്താവ് പറയാം, നിന്നെ എനിക്ക് ഇതുപോലെ വേണം. എന്നെ ആദ്യം ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് അന്ന് നിറക്കി, ഇത് കാണിച്ചുകൊണ്ട് കർത്താവ് നിറക്കിയ. എൻ്റെ കർത്താവ്, മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറയാം, നിന്നെ ഞാൻ പരിശുദ്ധമാവാൻ ദൈവം നിന്നെ ഇതുപോലെ ഉപയോഗിക്കും. എനിക്ക് അന്ന് എൻ്റെ ദൈവമേ നിന്നെ ഇതുപോലെ ആയിരിക്കും എനിമിയുടെ കയ്യിൽ. ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു ദിവസം എന്നോട് പറയാം, നിന്നെ ഞാൻ എമോറിസ് പാസ്റ്ററിനെ ചില വിഷയങ്ങൾ ഏൽപ്പിച്ചതുപോലെ നിന്നെ ഞാൻ ചില വിഷയങ്ങൾ ഏൽപ്പിക്കും. ഞാനന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം, ഇപ്പം ഈ വാക്യം എടുത്തു ഞാൻ, ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ താവരക്കര ചർച്ചിലൊക്കെ പോയി പ്രസംഗിച്ച പ്രസംഗം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല എന്ന് വെച്ചോണ്ട് ചരിത്രവും അറിയത്തില്ല, ആർക്കിയോളജിയും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നമ്മൾ പറയുന്നത് എന്തുവാ, നിന്റെ നേരെ വരുന്ന മന്ത്രവാദം, പോരാട്ടം, ഇതൊന്നും ഫലിക്കുക. ഇതിങ്ങനെ പിന്നെ 1 മണിക്കൂർ ഇതിനെ ചുറ്റിപ്പറ്റി പറഞ്ഞ് ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ട് ജനം കൈയടിച്ചോളൂ. ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ട് ജനം കൈയടിച്ചോളൂ, ആരാധിച്ചു. ഇതൊക്കെ എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കി. മീറ്റിംഗ് അനുഗ്രഹമായിരിക്കും, തിരിച്ചു പോരും. അതിനകത്ത് കുറേ ഭൂതങ്ങളും കളകും. ഞാൻ കിടന്ന് മണ്ടത്തരം കുറച്ച് കുറേ വിളിച്ചു പറയും. മണ്ടത്തരമൊന്നും അല്ല, എനിക്ക് അത്ര അറിയത്തുള്ളൂ. എനിക്ക് അറിയത്തില്ല, പറയാൻ അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് ദൈവം അല്പമെങ്കിലും ഒക്കെ മനസ്സിലാക്കി തന്നു. ഇത് പറഞ്ഞിട്ട് വരും, മീറ്റിംഗ് ഭയങ്കരമാണ്. മീറ്റിങ്ങിൽ ഭൂതങ്ങൾ കൂട്ടമായിട്ടാണ് കറങ്ങും. അന്ന് ദൈവം എന്നെ പ്രൂവ് ചെയ്യുക, മോനെ നിന്റെ മേൽ അഭിഷേകം ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇന്ന് അത്രേ അറിയത്തുള്ളൂ. കർത്താവിനോട് നിന്നെ വിഷയങ്ങൾ ഏൽപ്പിക്കും. വർഷങ്ങൾ കഴിഞ്ഞു, 2010 2001 ഞാൻ ചർച്ച ജോലിക്ക് കയറിയത്. എമോറിസ് പാസ്റ്ററൊക്കെ ചില പറയുന്ന പറച്ചിൽ കേൾക്കുന്നു, മോനെ ജനറലി പറയാം 10 വർഷം എടുക്കും ദൈവം ഒരാളെ പ്രൂവ് ചെയ്യാൻ. ഞാൻ ഓർത്ത് എൻ്റെ ലൈഫ് കഴിഞ്ഞ് കട്ടപ്പോകാം. പാസ്റ്റർ ഇനിയും ഈ പറയുന്നത്
പാസ്റ്ററുടെ കൂടെ 10 വർഷം നിൽക്കാനുള്ള ടെക്നിക്കാണെന്നൊക്കെ വരെ ചിന്തിച്ചു പോയി. പാസ്റ്റർ എല്ലാവരോടും പറയുന്നത് 10 വർഷം എടുക്കും. ഇപ്പം വന്നു നിനക്ക് അനോയിന്റിങ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി നാൾ നീ പോകാൻ പറ്റത്തില്ല. ചിലർ ഷൂട്ടിംഗ് സ്റ്റാർ ആണ്, പക്ഷെ മറ്റു ചിലരെ ദൈവം പണിതിട്ട് അനോയിന്റിങ് കൊടുക്കത്തുള്ളൂ. എൻ്റെ അപ്പാ, പക്ഷെ നമ്മുടെ ആഗ്രഹമാണ് കർത്താവേ ഇങ്ങനെ രാജ്യങ്ങളിൽ പോകണം, ഷൈൻ ചെയ്യണം, പേപ്പറിനകത്ത് ഫോട്ടോ വരണം. കർത്താവേ, അനേകർ കർത്താവിനെ അറിയണം. കർത്താവ് ഒരു ദിവസം ചോദിച്ചു, എന്തിനാ മോനെ, സുവിശേഷം പറയാനാണോ, നിന്നെ 10 പേര് അറിയാനാണോ എന്ന് ചോദിച്ചു. അതോടുകൂടെ അതും പൊളിഞ്ഞു. കർത്താവെ അവരെ ഉപയോഗിക്കുന്നു, കർത്താവെ റൈനാൾഡ് ബോംബെ ഉപയോഗിക്കുന്ന പോലെ എന്നെ ഉപയോഗിക്കണേ. പ്രാർത്ഥിക്കുക, ഭയങ്കര പ്രാർത്ഥനയാ. കർത്താവ് ഒരു ദിവസം 8 മാസം പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. 10 പേരുടെ മുന്നേ പോലും നിൽക്കാൻ പറ്റത്തില്ല. കർത്താവിനോട് ചോദിച്ചു, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? യഥാർത്ഥത്തിൽ നീ സുവിശേഷം പറയാനാണോ അതോ 1000 പേർക്ക് നിന്നെ അറിയാനാണോ? നമ്മുടെ ഇന്റൻഷനെ വരെ ദൈവം പ്യൂരിഫൈ ചെയ്യും. ഞാൻ അന്ന് കർത്താവേ എന്നെ ഇനി ആർക്കും അറിയണ്ട, ഇന്നോട്ട് ഇനി ആരും എന്നെ, ഞാൻ എൻ്റെ ആ ചിന്തകൾ, യഥാർത്ഥത്തിൽ എൻ്റെ ഇന്റൻഷൻ സുവിശേഷ വേല അല്ലായിരുന്നു. നല്ല ചിന്തയാ, സുവിശേഷ വേല ചെയ്യണം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത എന്തുവായിരുന്നു? എൻ്റെ ഫോട്ടോയും പത്രത്തിൽ വരണം, എൻ്റെ ഫോട്ടോയും പോസ്റ്ററിൽ വരണം, എന്നെ 10 പേര് അറിയണം. അന്ന് ഫേസ്ബുക്കും ഓർക്കുട്ടും ഒന്നുമില്ല. ആദ്യം വരുന്ന ഓർക്കുട്ടാ, ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ പിന്നെ കർത്താവിന് പ്രാർത്ഥന പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് എന്നെ എവിടെ ആവശ്യമുണ്ടോ എന്നെ അവിടേക്ക് വിട്ടു, ഞാൻ പൊക്കോളാം. എനിക്ക് ചർച്ചിനകത്ത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. വണ്ടിക്ക് വണ്ടി, ജോലിക്ക് ജോലി, മിനിസ്ട്രിക്ക് മിനിസ്ട്രി. ആ സമയത്തേക്ക് സാലറി കൂടി, സാലറി ഉണ്ട്, മിനിസ്ട്രി എന്നുള്ള പൈസയും അല്പമുണ്ട്, എല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോവാം. അല്പം കൂടെ സാലറി കിട്ടും. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് വിട്ടു, എല്ലാം വിട്ടു. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഇങ്ങനെ ആയി ആ പണിയുന്നത്. ഇങ്ങനെ പണി പറയും വരട്ടെ. എന്നിട്ട് കർത്താവ് നിന്നെ ഒരു വിഷയം ഏൽപ്പിക്കും. കർത്താവ് അന്ന് എന്നെ ഏൽപ്പിച്ചൊരു വിഷയം തുടക്കമാണ് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ. ഫസ്റ്റ് ഏൽപ്പിക്കുന്ന വിഷയം ഞാൻ പലപ്പോഴും ഓർത്ത്, കർത്താവ് ഇത് ഭയങ്കര മിസ്റ്ററിയാണ്. എത്ര പ്രസംഗിച്ചിട്ടും തീരുന്നില്ല. എനിക്ക് തന്നെ ബ്ലെസ്സിങ്ങാന്ന് എനിക്കറിയാം. ഇത് പ്രസംഗിക്കുന്നതോറും ഏറ്റവും കൂടുതൽ ബോറടിക്കേണ്ടത് ഞാനാ. എനിക്ക് ബോറില്ല, എനിക്ക് ലൈഫാണ്. ഞാനിത് പ്രസംഗിച്ച് കഴിയുമ്പോൾ എനിക്കറിയാം. ഞാൻ രാത്രിയിലും UK എന്നുള്ള ചർച്ചിന് ബൈബിൾ ക്ലാസ് എടുക്കാം. ഈ വിഷയം രാത്രി 12:30 എഴുന്നേറ്റ് ഞാൻ മെസ്സേജ് എടുക്കും. 1:30 എഴുന്നേറ്റ് മെസ്സേജ് എടുക്കും. കഴിയുമ്പോഴത്തെ എനിക്കറിയാം ലൈഫ് എൻ്റെ മേൽ ജീവൻ വന്നു. പിന്നെ കുറേ സമയം പ്രാർത്ഥിക്കാനുള്ള ജീവനാ. നിങ്ങൾ മനസ്സിലാക്കിക്കൂ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഒരു അനുസരിച്ചാൽ ഭയങ്കര അനുഗ്രഹം. ഞാൻ അവിടെ തൊട്ടാ മാറിയേ. നോക്കിയേ, 7ാമത്തെ ഇയർ ഇതിന് വിളിക്കുന്ന പേരാണ് സബത്ത് ഇയർ. 7ാം വർഷം എന്തു ചെയ്യല്ല? കൃഷി ചെയ്യരുത്. 7ാം ദിവസം എന്തോ എടുക്കണം? റെസ്റ്റ് എടുക്കണം. 7ാം ദിവസം. 7ാം വർഷം എന്തോ എടുക്കണം? കൃഷി ചെയ്യല്. അന്ന് അനാഥനും വിധവയ്ക്കും വിട്ടുകൊടുത്തു. താനെ ഉണ്ടാകുന്നത് പോലും നിനക്ക് കഴിക്കേണ്ടി വരത്തില്ല. കാരണം 6ാം വർഷം ഞാൻ ഭൂമിയോട് കൽപ്പിക്കും. 7ാം വർഷം നീ എടുത്താലും തീരത്തില്ല, 8ാം വർഷം എടുത്താലും തീരത്തില്ല, 9ാം വർഷം എടുക്കുമ്പോഴേ ഈ സാധനം തീരത്തുള്ളൂ. എന്നാലും തീരേണ്ടി വരത്തില്ല. ഇനി ഇതാണ് 7ന്റെ പ്രമാണം. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഇനി അല്പം കൂടെ അടുത്ത ഡീറ്റെയിലോട്ട് പോവാം, ചിലരുടെ ഡെപ്തിലോട്ട് പോവാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രമാണമുണ്ട്. ഇപ്പം ഡേ ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ ഒരെണ്ണമുണ്ട് 7 വീക്ക്. 7 ഡേ, 7 വീക്ക്, 7 ഇയർ. ഈ 7 വീക്കിന്റെ പ്രമാണം എന്തുവാണെന്നറിയാമോ? 7 വീക്കിന് വിളിക്കുന്ന പേരാണ്, നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചു, ഫീസ്റ്റ് ഓഫ് ദി വീക്സ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ വിളിക്കുന്ന പേര് വാരോത്സവം, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് പെൻഡകോസ്റ്റ്.
പെൻഡക്കോസ്റ്റ്. പറഞ്ഞിട്ടുണ്ടോ? ആ, അപ്പൊ 7 ദിവസമുണ്ട്, 7 ആഴ്ചയുണ്ട്, 7 വർഷമുണ്ട്. ഇനി അടുത്തത് പറയാൻ പോവാ. 7 × 7. 7 വർഷത്തിന്റെ 7 വർഷം എണ്ണണം. 49. ഇവിടെ 49 ആ. 7 ദിവസത്തിന്റെ 7 എണ്ണം എണ്ണണം. അത് 7 ആഴ്ച വരും. അപ്പൊ എത്ര ദിവസമായി? 49. നെക്സ്റ്റ് ഡേ ആണ് 50th ഡേ ആണ് ഫീസ്റ്റ് ഓഫ് പെൻഡക്കോസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി 7 വർഷം. അങ്ങനത്തെ 7 വർഷം കഴിയുമ്പോൾ ഒരു ശബത്ത് ഇയർ. അങ്ങനത്തെ 7 ശബത്ത് ഇയർ എണ്ണണം. 49 വർഷം കഴിയും. 49 വർഷം കഴിയുമ്പം അത് 50ാമത്തെ വർഷത്തിന് വിളിക്കുന്ന പേരാണ് ജോബേൽ. യോബേൽ. വൈ ആ കേട്ടോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജൂബിലി ഇയർ. ജൂബിലി ഇയർ. ഇസ്രായേൽ മക്കൾ തെറ്റിച്ചത് എന്തുവാണെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ തെറ്റിച്ചതുണ്ട്. ഇതാ തെറ്റിച്ച്. 7ാം വർഷം കൃഷി ചെയ്തു, 14ാം വർഷം കൃഷി ചെയ്തു, 21, 28, 36 ഇങ്ങനെ ടോട്ടലി ഇവര് പല ഘട്ടങ്ങളിലായി തെറ്റിച്ച് എത്ര വർഷമാണെന്നറിയാമോ? 490. 490 വർഷം ദൈവത്തിന്റെ ശബത്ത് വർഷം തെറ്റിച്ചു. യെരമ്യാവിന്റെ കാലം എത്തിയപ്പം യെരമ്യാവിൽ കൂടെ ദൈവം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു 490 / 7 എത്രയായി? 70 years. 70 years പ്രവാസത്തിൽ പൊക്കോളാൻ പറഞ്ഞു. 490 വർഷം ദൈവം ചൂരിലെടുത്തോ? ഇല്ല. ശബത്ത് വർഷം. ശബത്ത് തെറ്റിക്കല്ലെന്നാ. പള്ളി വരണമെന്ന്. 6 ദിവസം നീ വേല ചെയ്തു, 7ാം ദിവസം നീ പള്ളി വരണം. ഒരാഴ്ച പള്ളി വന്നില്ലയോ? കുഴപ്പമൊന്നുമില്ല. 14ാമത്തെ അടുത്ത വർഷം പള്ളി വന്നില്ലയോ? കുഴപ്പമൊന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷെ ദൈവത്തിന്റെ പൂർണ്ണത എത്തും. 490 ദൈവത്തിന്റെ പൂർണ്ണതയിലെത്തും. 770. നിങ്ങൾ പഠിച്ചു നോക്കിയോ? 7 × 70 എത്ര? ദൈവം ദീർഘമായി ക്ഷമിക്കും. ആ ആ ആ അല്ല 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 അത് തലമുറകളുടെ കണക്കാണ്. ഇതല്ല. അബ്രഹാം കാണിച്ച അനുസരണക്കേടാ. 430 സംവത്സരം ആ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ അടിമത്തത്തിൽ പോകേണ്ടി വന്നു. ഒറ്റക്കാലം. പക്ഷേ ആൻറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും. ദൈവവചനത്തിന്റെ ഡെപ്ത് അറിയുമ്പോഴായിരുന്നു, അയ്യോ ഒരു പ്രാവിനെ പിളർക്കാത്തത് നിമിത്തം, രക്തം വീഴാത്തത് നിമിത്തം പിന്നെ ഇത്രയും വർഷം അതിപ്പോ ദൈവം ഭയങ്കര ക്രൂരനല്ലേ? ഇനി അടുത്ത് വന്ന് മോശയോട് ദൈവം പറഞ്ഞു, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. മോശ പോയി 2 അടി അടിച്ചു. 1 അടി അടിച്ചാൽ മതിയായിരുന്നു, 2 അടി അടിച്ചു. 1 അടി കൂടുതൽ അടിച്ചതിന് ദൈവം പറഞ്ഞു നീ കനാൻദേശത്ത് കയറത്തില്ലെന്ന്. അപ്പൊ നമ്മൾ ഇവിടെ ദൈവം എന്ത് ഭയങ്കരനാണ്, ദൈവം എന്ത് ഭയങ്കരനാണ്. ഇനി അടുത്തതൊന്ന്, എലീശയുടെ കാലത്ത് ഒരു 40 50 കുട്ടികളെ കരടി വന്ന് കീറിക്കളഞ്ഞു. മൊട്ടത്തലയാ വിളിച്ചതിന്, മൊട്ടത്തലയാ കേറി വാ എന്ന് പറഞ്ഞതിന് എന്ത് പറ്റുന്ന എത്രയോ കുഞ്ഞുങ്ങളെ വായിച്ചിട്ടില്ലേ? അയ്യോ ഈ ദൈവം എന്ത് ഭയങ്കരം ദൈവമാണ് നമ്മൾ ചിന്തിച്ചു. യഥാർത്ഥത്തിൽ അതിൻ്റെ ചരിത്രങ്ങൾ ഒന്നും അങ്ങനല്ല.
ഇനി ഒന്നാമത്തെ ചരിത്രം പറയാം. ഇപ്പൊ ഈ 3 മാത്രം പറയാൻ നമ്മുടെ സമയം പോകും. ഒന്നാമത്തെ ചരിത്രം, അബ്രഹാം ചെയ്തത് ഉൽപ്പത്തി 15. അവിടെ ദൈവം അബ്രഹാമിനോട് കവനന്റാ പറഞ്ഞു. കവനന്റിന് 5 മൃഗങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. 5 മൃഗങ്ങളും തൻ്റെ പുത്രനായ യേശുവിനെ ചിത്രീകരിക്കുന്നത്. അബ്രഹാമിന് കവനന്റിന്റെ തീവ്രത എന്തുവാണെന്ന് അറിയാം. ഹി നോസ് വാട്ട് ഈസ് ദി സ്ട്രെങ്ത്, വാട്ട് ഈസ് ദ സിസ്റ്റം ഓഫ് ദി കവനന്റ്. ഡെഫിനറ്റ്ലി അബ്രഹാമിന് അറിയാം, തെളിവുണ്ട്. അബ്രഹാം ജീവിച്ചിരുന്ന കാലത്ത് അന്ന് കവനന്റിന്റെ കാലമാണ്, ദൈവവുമായിട്ടുള്ള കവനന്റിന്റെ കാലഘട്ടമാണ്. തൻ്റെ പുത്രനായ യേശുവിനെ വരച്ച് കാട്ടുന്നതായിരുന്നു. പക്ഷെ അബ്രഹാം എന്തോ എടുത്തെന്നറിയാം, പലതും ചെയ്തെങ്കിലും നിസ്സാര ചെറിയ കാര്യങ്ങളെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അബ്രഹാമിന് അറിയാം ദൈവമാ പ്രാവും കുഞ്ഞിനെയും പ്രാവിനെയും കൊണ്ടുവരാൻ പറഞ്ഞു. ഇതിനെ ഒത്ത നടുവെ പിളർക്കേണ്ടത് അബ്രഹാമിന് അറിയാം. കാളയെ പിളർന്നു, വലിയ കാര്യങ്ങളെ മാറ്റിവെച്ചു. ആട്ടുകൊറ്റനെ പിളർന്നു, കോലാട്ടുകൊറ്റനെ പിളർന്നു. കുറുംപ്രാവിനെയും പ്രാവും കുഞ്ഞിനെയും പിളർന്നില്ല, അതിൻ്റെ രക്തം വീഴേണ്ടതായിരുന്നു. പശുവും കാളയൊക്കെ കാണിക്കുന്ന ദാസത്വത്തെ കാണിക്കുന്നു. യേശുവിൻ്റെ 5 വ്യത്യസ്ത നേച്ചറിനെ കാണിക്കുന്നു. കോലാട്ടുകൊറ്റൻ, ആട് സൗമ്യതയെ കാണിക്കുന്നു, പ്രാവ് സമാധാനത്തെ കാണിക്കുന്നു. ഈ അബ്രഹാമിന്റെ സന്തതികളുടെ അകത്തേക്ക് ദൈവപുത്രൻ വരണ്ടിയ ദൈവത്തിന്റെ ഇറ്റേണൽ പ്ലാനിന്റെ ഒരു സിംബോളിസം ആയിരുന്നു അവിടെ കാണിക്കുന്നത്. ആൻറ്റി മനസ്സിലാവുന്നോ? ആർ യു ഗെറ്റിംഗ്? ദൈവത്തിന്റെ ഇറ്റേണൽ പ്ലാനിന്റെ സിംബോളിസമാണ് ഇവിടെ നടക്കേണ്ടത്. സമാധാനത്തിന്റെ ചിഹ്നമായ പ്രാവിന്റെ രക്തത്തോടെ വീണമായിരുന്നു. പക്ഷെ ഇന്നും യഹൂദന്മാർക്ക് ഇല്ലാത്തത് എന്തുവാ? സമാധാനത്തിന്റെ പുത്രനായിട്ട് യേശു വന്നത്. അവർ യേശുവിനെ ക്രൂശിച്ചു. ആ രക്തം അബ്രഹാം വീഴ്ത്തേണ്ടതായിരുന്നു. നിത്യനാം ദൈവത്തിന്റെ പ്ലാനിനെ അതിനകത്ത് തെറ്റുപറ്റിച്ചു. അതും കൊണ്ടാണ് ദൈവം പറഞ്ഞ് അതിൻ്റെ ശിക്ഷ അനുഭവിച്ചിരിക്കും. ഇനി അതിൻ്റെ റെമഡിയും ഉണ്ട്. അബ്രഹാമിനെ ഉറക്കി കിടത്തി അങ്ങനെ പഠിപ്പിക്കാൻ പോയാൽ ടു ടേക്ക് ലോങ് ടൈം. ആൻറ്റിക്ക് മനസ്സിലായോ? 400 വർഷമെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു തലമുറയെ കണക്ക് കൂട്ടിയിരുന്നത് 100 വർഷം. പിന്നീട് വന്ന ഇസ്രായേൽ മക്കളുടെ കണക്ക് വരുമ്പോഴത്തേന് 40 വർഷമായി കുറഞ്ഞു. കാരണം തലമുറയുടെ സ്പാൻ കുറഞ്ഞു. നോഹയുടെ കാലം വന്നപ്പോഴത്തേന് 120 ആക്കി ദൈവം. നോഹയുടെ കാലം വന്നപ്പം ഒരു മനുഷ്യന്റെ ആയുസിനെ എത്ര ആക്കി? 120 ആക്കി. അബ്രഹാമിന്റെ കാലം വന്നപ്പോഴത്തേന് ദൈവം 100 ആക്കി. ഇസ്രായേൽ മക്കളുടെ കാലഘട്ടം വരുമ്പോഴത്തേന് 40 ആയി. അല്ല, 400 അല്ല, 100. അബ്രഹാമിനോട് ദൈവം എന്ന് പറയുമ്പോൾ ഒരു തലമുറയുടെ കണക്കാണ്. 4 തലമുറക്കാരെ ഞാൻ വിടുവിക്കും. 400 വർഷം 400 വർഷം നീ അറിയാത്ത ദേശത്ത് പ്രവാസികളായിരിക്കും. 4 തലമുറക്കാരെ ഞാൻ വിടുവിക്കും. ഒരു തലമുറയ്ക്ക് ദൈവം കണക്ക് കൂട്ടിയേക്കുന്നത് 100 വർഷം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? വല്ല മനസ്സിലാവുന്നുണ്ടോ? ഈ കണക്ട് ചെയ്ത് പോയില്ലെങ്കിൽ ഒന്നും കിളി പറഞ്ഞു. 400 വർഷം. ഇസ്രായേൽ മക്കളുടെ കാലഘട്ടം വരുമ്പോഴത്തേന് ഒരു തലമുറ എന്ന് പറഞ്ഞാൽ എത്ര ആയി തീർന്നു? 40 വർഷം. അതാ ദൈവം പറഞ്ഞേ 40 വർഷം ഈ തലമുറയോട് എനിക്ക് നീരസം ഉണ്ടാകും. ഈ തലമുറയിലുള്ള ദുഷ്ടതലമുറയിലുള്ള ആരും കനാദേശത്ത് കേൾക്കത്തില്ല. 40 വർഷം കടങ്ങിക്കോളാം. അപ്പം ദൈവത്തിന്റെ ഇറ്റേണൽ പ്ലാൻ തെറ്റിച്ചതിനാണ് അവിടെ കൊടുത്തത്. ഇനി മോശയ്ക്ക് എന്തിനാ കൊടുത്തേ? യേശു കർത്താവ് ഒരിക്കൽ മാത്രമേ അടികൊള്ളത്തുള്ളൂ. പിളർക്കപ്പെട്ട പാറ ആരാ? യേശുവാ. യേശു ഒരിക്കലേ ക്രൂശിക്കപ്പെടത്തുള്ളൂ, 2 പ്രാവശ്യം ക്രൂശിക്കപ്പെടത്തില്ല. അവിടെ വെച്ച് പറയുന്ന വേർഡ് ഇങ്ങനെ, നീ മെരീബ വെള്ളത്തിൽ വെച്ച് എന്നെ തന്നെ ശുദ്ധീകരിക്കായിക കൊണ്ട് ദൈവത്തിന്റെ സിസ്റ്റത്തിന്റെ വെളിയിലെ പോയി കോപം കൊണ്ട് അടിച്ചു കളഞ്ഞു. എന്നുവെച്ചാൽ യേശു കർത്താവ് 2 പ്രാവശ്യം ക്രൂശീകരിക്കപ്പെടത്തില്ല, 1 പ്രാവശ്യം ക്രൂശീകരിക്കപ്പെടത്തുള്ളൂ. 1 പ്രാവശ്യമേ തന്നിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകത്തുള്ളൂ. അപ്പം ദൈവത്തിന്റെ ഇറ്റേണൽ പ്ലാനിനെ മോശയ്ക്ക് അറിയാം. കാരണം മോശ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് പഠിച്ചവനാണ്. മൂടുപടം നീങ്ങിയതാ, തേജസ് പ്രതിബിംബിച്ചവനാ, ഇതെല്ലാം അറിയാവുന്നവനാ. എന്നിട്ട് കോപം കൊണ്ട് എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു കയറത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ ചില കാര്യം ഞാൻ ചോദിച്ചോട്ടെ,
ചില തെറ്റിനെ ദൈവം ശിക്ഷിച്ചിട്ടില്ല. ഈ മോശ ചെയ്തതിനകത്ത് തെറ്റുണ്ട്. മോശ ഒരുത്തനെ കൊന്നതാ. ദൈവം അത് ചോദിച്ചില്ല. ദൈവത്തിന് അത് നിന്റെ ലൈഫിൽ വന്ന പാപമാണ്. എൻ്റെ ഇറ്റേണൽ പ്ലാനിനകത്ത് കയറി കൈ കടത്തൽ. എൻ്റെ ഇറ്റേണൽ പ്ലാനിനകത്ത് കയറി കൈ കടത്തൽ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ സിസ്റ്റത്തോട് അടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചോണം. അയ്യാ, എനിക്ക് ബൈബിളിൻ്റെ നിയമങ്ങൾ അങ്ങനെ. അയ്യായി ഞാനും കൂടെ ഒരു വഴക്കുണ്ടായി. നമുക്ക് രണ്ടും കൂടെ പറഞ്ഞു തീർക്കാം. നമ്മൾ രണ്ടും ജഡമാണ്, മനുഷ്യരാണ്, ഇമോഷനുള്ള വ്യക്തിയാണ്. മനുഷ്യനാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും വരാം. നമ്മുടെ മക്കളും നമ്മളും കൂടെ വഴക്കുണ്ടാവും. ഭാര്യയെ നമ്മളും കൂടെ വഴക്കും. നമ്മളിൽ നിന്ന് ജനിച്ച മക്കൾക്ക് മക്കൾക്ക് നമ്മുടെ സ്വഭാവം ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് മക്കളുടെ സ്വഭാവം. മനുഷ്യന് ജഡമാണ്. ചർച്ചിലാണെങ്കിലും അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വഭാവം എപ്പോഴും ഇഷ്ടപ്പെടത്തില്ല, നിങ്ങളുടെ സ്വഭാവം എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നമ്മൾക്ക് മനസ്സിലാകണം, നമ്മൾ മനുഷ്യരാണ്. സ്വന്തം ഭാര്യയുടെയും അപ്പൻ്റെയും അമ്മയുടെയും മക്കളുടെയും സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കും. അതിനർത്ഥം അതുകൊണ്ട് ഒറ്റയടിക്ക് മാറുക എന്നല്ല. നമുക്ക് അന്നേരം ഉണ്ടായ വികാരത്തിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. എനിക്ക് അയ്യായോട് ഇന്ന് ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യം വെച്ചോണ്ട് നാളെ അതങ്ങ് മാറും. അയ്യായിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകാം. എൻ്റെ ചില പ്രവർത്തികൾ അയ്യാക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഡോണ്ട് ടേക്ക് എ ഡിസിഷൻ. ഇമോഷന്റെ ബേസിൽ ഡിസിഷൻ എടുത്താൽ ഫൂളെന്നാണ്. എനിക്ക് ആൻറ്റിയോട് എന്തെങ്കിലും ഇറിറ്റേറ്റ് ആയിരിക്കും, ആൻറ്റിക്കോട് ഇറിറ്റേഷൻ വരാം. അനിത ആൻറ്റി നോ. എടാ, എനിക്ക് അന്നേരം എൻ്റെ ഇമോഷനാണ്. എനിക്ക് ആശയോട് ദേഷ്യം വരാം, പിള്ളേരോട് ദേഷ്യം വരാം എന്ന് വെച്ചോണ്ട് പിള്ളേരുടെ ദേഷ്യം എന്ന് വെച്ചോണ്ട് ലൈഫ് അല്പസമയം കഴിയുമ്പോഴത്തേന് ഇതങ്ങ് പോവും. ഇനി ഇമോഷൻ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അത് ഫൂളാ, അത് പരിജ്ഞാനമില്ലായ്മ. മനുഷ്യൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും അപ്പനോടും അമ്മയോടും അല്ലെ ഭർത്താവിനോടോ ഭാര്യയോടോ നിങ്ങൾക്ക് ദേഷ്യം വരാമോ? തിങ്ക്. ഇമോഷൻ ബേസ് അല്ല ജീവിക്കേണ്ടി കേട്ടോ. ഇമോഷൻ ഇന്ന് രാവിലെ ഒന്നായിരിക്കാം, എന്നാ അങ്ങനെ അത് മാറിപ്പോവാം. പക്ഷെ ഇറ്റേണൽ ദൈവത്തിന്റെ പ്ലാനോട് അടുക്കുമ്പോൾ ഇമോഷൻ വരത്തില്ല. ഇമോഷൻ ഒന്നും വില പോകത്തില്ല. കോപത്തിൽ കയറി ഞാൻ അങ്ങ് അടിച്ചു, കഴിഞ്ഞു. ദൈവത്തിന്റെ പ്ലാനോട് കയറി കളിക്കുമ്പം, ഞാൻ പറഞ്ഞത് ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അയ്യാ, ദൈവത്തിന്റെ പ്ലാൻ, ദൈവമേ ഇനി ഞാൻ മേലിലും അങ്ങയോടില്ല. നോ, ഡോണ്ട് സേ. എനിക്ക് അയ്യാട് പറയാം, നമ്മൾ മനുഷ്യരാണ്, രണ്ടുപേരും മനുഷ്യരാണ്. പക്ഷേ ദൈവത്തോട് പറയില്ല. ഡോണ്ട് സേ. പക്ഷെ നമുക്ക് ദൈവത്തോട് പറയാം. പറയുന്നതിനൊരു ലാംഗ്വേജ് ഉണ്ട്, ഒരു മെത്തേഡുണ്ട്. കർത്താവേ, എൻ്റെ കോപത്തിലല്ല, എൻ്റെ വേദനയും ഭാരവും അങ്ങയോട് ഇറക്കി വെക്കും. അത് വേറെ, ഇത് വേറെ. മോശ ചെയ്തത് എന്തോ? കോപത്തിൽ മത്സരികളെ, നിനക്ക് ഞാൻ വെള്ളം തരുമെന്ന് ഞാൻ അടിച്ചു. ഒന്നടിച്ച് വെള്ളം വന്നു, പിന്നെ ഒരടി കൂടെ കൊടുത്തു. നീ കയറത്തില്ലെന്നോ. എന്നും നിങ്ങൾ ഓർത്തോണം, എൻ്റെ ദൈവമക്കൾ എന്നും ഓർത്തോണം. നിങ്ങളുടെയൊക്കെ ലൈഫ് സേവിങ് ആയിരുന്നു. ലൈഫ് സേവിങ്. ഒരിക്കലും അയ്യാ ദൈവത്തോട് പറയില്ല. ഏലിയ ഒരിക്കൽ പറഞ്ഞതാണ്, കർത്താവേ മതി യഹോവേ, എൻ്റെ ജീവൻ എടുത്തോളാം. നിന്റെ ജീവനെ ഞാൻ എടുക്കത്തില്ല, പക്ഷെ നിന്റെ മേൽ കിടന്ന ശുശ്രൂഷ. ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് ദൈവം വിളിച്ചു. അവിടെ ദൈവം കുറേ കാര്യങ്ങളെ ചെയ്തു. അത് പറഞ്ഞു, നിന്റെ മേൽ കിടക്കുന്ന പുതപ്പ് എലീഷയുടെ മേൽ ഇട്ടേക്കാം, നീ 3 പേരെ അഭിഷേകം ചെയ്തേക്കാൻ പറഞ്ഞു. അരാമിന് രാജാവ് അസസിയേലിനെ, ഏലിയാവിനെ, ഏലീഷായെ 3 പേരെ അഭിഷേകം ചെയ്തേക്കാം. ഏലീഷായെ, അസസിയേലിനെ, യേഹൂനെ 3 പേരെ അഭിഷേകം ചെയ്തേക്കാം. 3 പേര്. എലിയാവോട് പറഞ്ഞു, നീ കയറിപ്പോരാൻ പറഞ്ഞു.
ഒരിക്കലും മതിയെന്ന് പറയും. ഏലിയാവിന് ഒത്തിരി അവസരം കിട്ടിയതാണ്. പക്ഷെ ഏലിയാവ് മനുഷ്യനായിരുന്നു. ഏലിയാവിനെ ദൈവം മതിയെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും, ഞാൻ പലപ്പോഴും ഭയമാണ് എനിക്ക്, കർത്താവേ, വേദനയും പ്രയാസവും ഇതിനകത്തൂടെ ഒക്കെ പോകുമ്പോൾ കർത്താവേ നോ, മതിയെന്ന് പറയത്തില്ല. കർത്താവേ പ്ലീസ് ഗിവ് മീ വൺ മോർ ചാൻസ്. ഞാൻ ഫെയിലായി, പ്ലീസ് ഗിവ് മീ വൺ മോർ ചാൻസ്. ദൈവത്തിന് കൃപയാണ്, ദൈവത്തിന് അത് ഇഷ്ടമാണ്. ദൈവത്തിന് അറിയാം നമുക്ക് മനുഷ്യൻ ഫെയിലിയറാണ്. പക്ഷെ ഒരിക്കലും എന്തോ എടുക്കണം, മതിയെന്ന് പറയരുത് കേട്ടോ, മതിയെന്ന് പറയരുത്. നിങ്ങൾക്ക് ഇന്ന് നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. നമ്മൾ ഇവിടം തൊട്ട് തുടങ്ങി പഠിച്ചു പോയാൽ എന്തിനാ 7:70 പറഞ്ഞേ? ഇവർക്ക് അറിയാം, ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന കൊച്ചുമക്കൾക്കെല്ലാം അറിയാം. നീ 7:70 വട്ടം, കാരണം പിതാവാൻ ദൈവം ക്ഷമിച്ച അതുപോലെ ദീർഘമായിട്ട് നീ ക്ഷമിക്കുക. 7:70 വട്ടം. പിതാവാൻ ദൈവം ക്ഷമിച്ചു എത്ര വട്ടം? 490. 70 വട്ടം ക്ഷമിച്ചു. This 490 years is which period, Pastor? From the judges. From judges to the kings. Judges to kings. യൊഹക്കിയാം എന്നാണ് തോന്നുന്നു ആ കിങ്ങിന്റെ പേര്. യൊഹക്കിയാം. ഇത് ഒരു ഘട്ടത്തിലല്ല, പല ഘട്ടങ്ങളിലായിട്ടാണ് ചെയ്തത്. തെറ്റിച്ചു. ഇവരെ അടുപ്പിച്ചങ്ങ് തെറ്റിക്കുകയല്ലായിരുന്നു. ഇടയ്ക്ക് നല്ല രാജാക്കന്മാർ വന്നപ്പം, ഇടയ്ക്ക് ദാവീദ് പോലുള്ള രാജാക്കന്മാർ വന്നപ്പം ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചു. ടിഷ്യൂ എന്ന് രാജാക്കന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? ഇടയ്ക്ക് നല്ല രാജാക്കന്മാർ വന്നപ്പോൾ പക്ഷെ പല ഘട്ടങ്ങളിലായിട്ട് തെറ്റിച്ചത് 490 വർഷം. നിങ്ങൾ എന്തു പറയുന്നു? ഞാൻ ഈ കരുകുരാന്നെല്ലാം വരച്ചു വെച്ചേക്കും. ഒരു വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എത്ര ഡെപ്ത് അല്ലേ? ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ കൊണ്ടുണ്ടോ ചോദിച്ചു. നമുക്ക് ഹോളി കമാൻഡിലേക്ക് പോകാം. ആൻറ്റി പറഞ്ഞു. നേച്ചർ. ഏതൊക്കെ മൃഗങ്ങളാന്നുള്ള ഞാൻ പറയാം. നേച്ചർ എനിക്ക് 1-2 അറിയത്തുള്ളൂ. കാളയും പശുവും കാണിക്കുന്ന സൗമ്യത, പ്രൊഡക്ടിവിറ്റി, ദാസത്വം. കാള ദാസത്വത്തെ കാണിക്കുന്നു, പശുവും ദാസത്വത്തെയും പ്രൊഡക്ടിവിറ്റിയും വർധനവിനെ കാണിക്കും. ഞാൻ പറയാം. ഉൽപ്പത്തി 15-ലാണ് 5 മൃഗങ്ങളെ കിടക്കുന്നത്. 5 മൃഗങ്ങൾ. 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്. ആ 3 കാണിക്കുന്നത് യേശു കർത്തൃത്വത്തെ കാണിക്കുന്ന ട്രിനിറ്റി, അല്ലെങ്കിൽ യേശു കർത്താവിനെ കാണിക്കുന്നു. 3 വയസ്സുള്ള കോലാട് ഒരു സംഭവത്തെ ചിത്രീകരിക്കുന്നത് ഞാൻ എടുത്തു തരാം. 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, ആട് സൗമ്യതയെ കാണിക്കുന്നു. പ്രാവും കുറുംപ്രാവും സമാധാനത്തെയും ഞരക്കത്തെയും കാണിക്കുന്നു. ഇതിന് അങ്ങനെ 2 ഓരോ വിഷയമാണ്. ഈ 5 യേശു കർത്താവിന്റെ വ്യത്യസ്ത നേച്ചർ. അത് ഞാൻ എന്തുവാന്നുള്ള എക്സാക്ട്ലി കാര്യം എന്തുവാന്ന് ഞാൻ പറയാം. അത് എന്തുവാന്നുള്ള എക്സാക്ട്ലി കാര്യം ഞാൻ പറയാം. കാളദാസത്വമാ, ആട് സൗമ്യതയാ, പ്രാവ് സമാധാനമാണ്. അപ്പൊ ഇതിനകത്ത് കുറുംപ്രാവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞരക്കത്തെയും ഇണയെ കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ട്. അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് കാണിക്കും. എന്നോടൊന്ന് ചോദിച്ചാൽ മതി, ഞാനങ്ങ് മറന്നുപോയി കഴിഞ്ഞാൽ പോലും. 5 മൃഗങ്ങളുണ്ട് ആൻറ്റി അവിടെ. 5 എന്ന് പറഞ്ഞാൽ ഗ്രേസ് എന്നർത്ഥം, കൃപ എന്നർത്ഥം. മോന് മനസ്സിലാകുന്നുണ്ടോ? വല്ല
ഐ യു ഗെറ്റിംഗ്? അയ്യ കണക്ട് ആവുന്നുണ്ട്. ആശയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഏതാ? ആ കാളയാണ് ദാസത്വം കാണിക്കുന്നത്. പശു കാണിക്കുന്നത് വർധനവ്. അതെന്തോ ഒരു വേർഡുണ്ട്. അല്ല, കാളയില്ല ഇതിനകത്ത്. കാളയില്ല. അല്ല, 3 വയസ്സുള്ളൊരു പശുക്കിടാവ്, 3 വയസ്സുള്ളൊരു കോലാട്ടുകൊറ്റൻ, 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, ഒരു പ്രാവും കുഞ്ഞ്, പ്രാവും കുഞ്ഞ്, കുറുംപ്രാവും. ഈ ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 9-ാം വാക്യം. 3 വയസ്സുള്ള പശുക്കിടാവ്, 3 വയസ്സുള്ള ഒരു കോലാട്, 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റൻ, ഒരു കുറുംപ്രാവിനെയും ഒരു പ്രാവും കുഞ്ഞിനെയും. 5 മൃഗങ്ങൾ. ബൈബിളിൽ എന്തേലും പറഞ്ഞ് ഇത് ഇവിടെ ദൈവം പറയുന്നതാ. ഈ യാഗങ്ങളുടെ പ്രത്യേകത നോക്കിയാൽ ദൈവം പറഞ്ഞ ഇന്ന മൃഗങ്ങളെ കൊണ്ടുവരാൻ. അപ്പം മനസ്സിലാക്കുക, അതിൻ്റെ പിമ്പിൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം ഒരു കണക്ക് പറഞ്ഞു. സമാഗമന കൂടാരത്തിന് തൂണിന് 5 അടി വേണം. 5 അടി. കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കത് പബ്ലിക്കലി പറയാൻ പറ്റുന്ന ഭാഷയല്ല. എന്നാൽ പോലും പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ നമ്മുടെ കിളിവും വി വിൽ എക്സൈറ്റഡ്. 5 അടി. 5 അടിയാണ് ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ്. 5 ഗ്രേസ് കൃപയെ കാണിക്കുന്നു. 60 തൂണാ ഉള്ളത്. 60 × 5 എത്ര? അതിൻ്റെ ഗ്യാപ്പും 5. അത് വരച്ച് കാണിക്കണം. ടാബർനാക്കിളിന്റെ തൂണ് ഇത് 5 അടി, ഇവിടെ 5 അടി, ഇവിടെ 5 അടി. ഇങ്ങനെ ടാബർനാക്കിളിന് 5, 5, 5, 5. ഈ സൈഡിൽ മാത്രം 20 എണ്ണം. ഇവിടെ 20 തൂണ്, ഇവിടെ 10 തൂണ്, ഇവിടെ 10 തൂണ്. ടോട്ടലി എത്രയായി? 60. ഗ്യാപ്പ് 5. അപ്പൊ 60 × 5 എത്രയായി? 60 × 60 × 5 എത്രയായി? 300 ആയോ? ഇനി ഇവിടെ നിന്നോണ്ട് ഇതിന്റെ ഹൈറ്റ് നോക്കിയാൽ ഇതിന്റെ ഹൈറ്റ് 5. അപ്പൊ ഹൈറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര എന്നറിയാമോ? 1500. ശ്രദ്ധിച്ചോണേ, ഒരു കണക്ക് പറയാം. ഇവിടെ വഴിക്ക് 4 തൂണ, വാതിലിന് 4 തൂണ. ടോട്ടലി 10 തൂണുണ്ട്. ഇവിടെ 3, ഇവിടെ 3. എത്ര തൂണുണ്ടെന്ന് നോക്കിയോ? 10 തൂണ്. വഴിക്ക് 4 തൂണ. ഈ 4 തൂണുകളാണ് വഴിക്കുള്ളത്. 4 തൂണ്. 4 തൂണുകൾ 4 സുവിശേഷത്തെ കാണിക്കുക. 4 തൂണ്. ഇനി ഈ 4 തൂണ് 5, 10, 15. ഇതിൽ നിന്നുകൊണ്ട് 5, 20 പോവും. 20 പോവും. 20 പോവും. 20 പോയി കഴിഞ്ഞാൽ 300 ന്ന് 20 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 280. കണക്ക് പറയാൻ പോവാം. വാതിൽ എവിടെ? ഈസ്റ്റ് സൈഡിൽ. ഈസ്റ്റിൽ ആരാ താമസിക്കുന്നത്? ജൂഡ. ഈസ്റ്റ് സൈഡിൽ താമസിക്കുന്ന ആരാ? ജൂഡ. എല്ലാം കൂടെ കണക്ക്, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കാൻ പോവാ. ഈ കണക്കിനകത്ത് കിടക്കാം 1500 വർഷം കഴിയുമ്പം കിഴക്ക് വശത്തുള്ള യഹൂദയിൽ നിന്ന് 280 സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനായി യേശു അകത്ത് വരും. 280 ഒരു കുഞ്ഞിന്റെ ജനനത്തിനുള്ള ദിവസം. 40 × 7. 1500 വർഷം കഴിയുമ്പോഴായിരിക്കും യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ ജനനം നടക്കുന്നത്. അത് ആരിൽ കൂടെ ആയിരിക്കും? യഹൂദയിൽ കൂടെ ആയിരിക്കും. മനുഷ്യനായിട്ടായിരിക്കും. ഇപ്പൊ ഈ അളവിനകത്ത് പോലും ദൈവം മിസ്റ്ററി ഒളിപ്പിച്ചു വെച്ചേക്കും. മനസ്സിലാന്നോ? 6 എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സംഖ്യ. 10 എന്ന് പറയുമ്പോൾ സൈൻ, മനുഷ്യനൊരു അടയാളമാണ്. 60. നമ്മൾ ദൈവോചന, ഇതിന് ഗെയ്മറ്റോളജി എന്നാണ് പറയുന്നത്, അല്ലെ ന്യൂമറോളജി, ഗാമറ്റോളജി അങ്ങനെയാണ് വേർഡ് പറയുന്നത്. ഹിബ്രു കൾച്ചറിൽ പറയാം, അല്ലെ നമ്മൾ നോർമലി പറയും. നമ്മൾ അതിശയിച്ചു പോകും.
പിതാവാം ദൈവം പറഞ്ഞ കുറ്റിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. 5000 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒറ്റ തൂണ് മൊത്തം സുവിശേഷങ്ങൾ മൊത്തം കിടക്കാം. ഒറ്റ തൂണ്. സമാഗമന കൂടാരത്തിലെ ഒറ്റ പില്ലറിന് മൊത്തം 4 ഗോസ്പൽ ഒരുമിച്ചുണ്ട്. റൈറ്റ് അയ്യ? ഡിഡ് ഐ ടീച്ച്? ഇവിടെ സിൽവർ, ഇവിടെ ബ്രാസ്. അയ്യ ഓർക്കുന്നുണ്ടോ? ഇവിടെ രാണി, ഇവിടെ രാണി. അതിൻ്റെ ഈ ഒരൊറ്റ തൂണിനകത്ത് ഗോസ്പൽ മൊത്തമുണ്ട്. കാരണം ഒരിക്കലും മനുഷ്യൻ ഇത് വിടല്ല. തൻ്റെ പുത്രന്റെ ചിത്രീകരണം. ചന്ദ്രനെ നോക്കുമ്പോൾ പുത്രനെ ഓർമ്മ വരണം. ഫീസ്റ്റ്, മൃഗങ്ങൾ, യാഗങ്ങൾ, തൻ്റെ പുത്രനെ വിടാൻ പറ്റത്തില്ല. കാലങ്ങളിൽ കൂടെ, സമയങ്ങളിൽ കൂടെ, യാഗങ്ങളിൽ കൂടെ, സിസ്റ്റങ്ങളിൽ കൂടെ, പ്രവാചകന്മാരിൽ കൂടെ, വാക്കുകളിൽ കൂടെ, വസ്ത്രങ്ങളിൽ കൂടെ, കളറുകളിൽ കൂടെ, ഏതിനകത്തൂടെ തൻ്റെ പുത്രനെ വെളിപ്പെടാത്ത? പിന്നെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ ആരുടെ കുഴപ്പമാണ്? അവരിടുന്ന വസ്ത്രം 4 കളറാ. യേശുവാ. ഓ മൈ ഗോഡ്. എന്നിട്ടും അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചു പോനെ. ഇത് മനസ്സിലായോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. പക്ഷെ ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് അറിയത്തില്ല, ഒരു ആയുസ് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നിങ്ങളെ പഠിപ്പിച്ച ഇതിനകത്ത് ഒരു കുറ്റിയുടെ കാര്യം പറയാൻ. ഇതിങ്ങനെ കിടക്കുക 3 ഭാഗം. എനിക്ക് ഏകദേശം 1 വർഷത്തോ ഏകദേശം അല്ല മാസങ്ങളോളം ക്ലാസ് എടുത്തു. ഓൾമോസ്റ്റ് ഒരു 6-8 months. എന്തോ മിസ്റ്ററിയാണെന്നറിയാം. നമുക്കിനി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം വലിയവൻ. നമ്മുടെ ദൈവം വലിയവൻ. ഇന്ന് ഹോളി കമ്മ്യൂണിലേക്ക് നമ്മൾ അടുക്കാൻ പോവാം. നമ്മളെ തന്നെ ദൈവസന്നിധി നമുക്ക് ശുദ്ധീകരിക്കപ്പെടാം. നിങ്ങളോട് ഹോളി കമ്മ്യൂണിയന് വേണ്ടി ഞാൻ ഒരു വാക്യം നിങ്ങളെ എടുത്തു കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് എൻ്റെ മനസ്സിൽ അതാ ഒരു ആഗ്രഹമായിരുന്നു. അതും കൂടെ കാണിച്ചിട്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ ഓ ഗോഡ്, എൻ്റെ കർത്താവ്. യെശയ്യാവ് 53. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ